പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം ഈ രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. സന്നിധരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനങ്ങളെ അറിയിക്കുന്നു. എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രിയ കർത്തൃദാസൻ, പ്രിയ കുടുംബം, സഭ വിശ്വാസികൾക്ക്, കൂടെ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തൻ്റെ കർത്തൃദാസന്, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനങ്ങളെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അമ്മേ സ്തോത്രം. അനേകർ കടന്നു വന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് കടന്നു വരുമെന്ന് ഓർത്തു, പക്ഷെ എല്ലാവരും കടന്നു വന്നില്ല. കടന്നു വരാത്തത് യേശുക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ പല ആവശ്യത്തോടെ വരുന്നവരുണ്ട്. എല്ലാ കാര്യവും എല്ലാവർക്കും നിറവേറണമെന്ന് അങ്ങനെ പറ. അതുകൊണ്ട് യേശുവിൻ്റെ ദാവീദ് പറഞ്ഞ പോലെ ഞാൻ ദുഃഖത്തോടെ തിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുദ്ദേശിച്ച അളവിൽ പ്രവചനം കിട്ടിയില്ല. വചനം വെളിപ്പാടാണ്. ആമേൻ, ഹല്ലേലൂയ. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പലയിടങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് വളരെ മുൻപോട്ട് യാത്ര ചെയ്യും. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ജനം ഈ പ്രവചനം കേട്ടവർ ഒരു നാൾ പോലും പ്രാർത്ഥിക്കത്തില്ല. ദൈവാലോചന കേട്ടാൽ അതിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അതിനുവേണ്ടി കാത്തിരിക്കത്തില്ല, അതിന് ദൈവം പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കില്ല. ആ ദൈവം പറഞ്ഞല്ലോ, അതൊക്കെ നിറവേറ്റട്ടെ, ദൈവം എന്നോട് പറഞ്ഞു എങ്കിൽ ദൈവം അത് നിറവേറ്റട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ജനങ്ങളെ വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. എന്നാൽ നമ്മെ അടിമനുഖത്തിൽ നിന്ന് നമ്മുടെ വിളിച്ച് വേർതിരിച്ചത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു നമ്മെ വിളിച്ചത് നിത്യരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ അനുഗ്രഹത്തിനായിട്ടാണ് ദൈവം വിളിച്ചത്. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണം. അത് നിലനിൽക്കുന്നത് അത് പാസ്റ്ററുടെ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബങ്ങളോ ഒന്നല്ല. നമ്മൾ കാത്തില്ലെങ്കിൽ നിൽക്കുകയില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതാണ് അനുഗ്രഹം. അതാണ് നമ്മുടെ വരുന്ന അനുഗ്രഹം. സ്തോത്രം. കുരങ്ങൻ്റെ കയ്യിൽ പൂവെടുത്ത് അത് വലിച്ച് കീറി എന്ത് ചെയ്യും? നാലായിട്ട് കീറി എടുത്തങ്ങേറിയും. അതേപോലെ നമ്മുടെ കയ്യിൽ തരുന്ന അനുഗ്രഹം പെട്ടെന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ച് അനുഗ്രഹിക്കണമെന്ന ആഗ്രഹമാണ്. പക്ഷേ പെട്ടെന്നുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നില്ല. ചില അനുഗ്രഹങ്ങൾ വരുന്നു, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ചില അനുഗ്രഹങ്ങൾ വരുന്നു, ചില അനുഗ്രഹത്തിൻ്റെ നിലനിൽപ്പ് ഉണ്ടാകുന്നില്ല, അത് കാത്തുകൊള്ളുന്നില്ല, അത് നഷ്ടമായി പോകുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നിങ്ങളെടുത്ത് പഠിച്ചു നോക്കണം. പ്രവാചകന്മാരുടെ ഗണങ്ങളെടുത്ത് പഠിച്ചു നോക്കണം. ലേഖനങ്ങളെടുത്ത് പഠിച്ചു നോക്കണം. സുവിശേഷ ഗണങ്ങളെടുത്ത് പഠിച്ചു നോക്കണം. ദൈവസമൂഹത്തിൽ എത്ര പേരാണ് വന്നത്, എത്ര പേര് നിലനിന്ന്? 10 കുഷ്ഠരോഗിക്ക് ഒരുമിച്ച് കർത്താവ് സഭയ്ക്കും കൊടുത്തു. ഒരുതൻ മാത്രമേ നന്ദിയുള്ളവനായി കടന്നു വന്നുള്ളൂ. ദൈവസഭയും അങ്ങനെയാ, കുടുംബങ്ങളും അങ്ങനെയാ. 10 പേരുണ്ട്, അമ്മയ്ക്കും അപ്പനും അമ്മയും ചേർത്ത് 10, 6-7 മക്കളൊക്കെ പണ്ടൊക്കെ ഉണ്ടായി. ചോറ് വിളമ്പുമ്പോൾ എല്ലാവരും വന്നിരിക്കും. ഇന്ന് ചോറ് വിളമ്പുമ്പോൾ അവരവരുടെ ഇഷ്ടമനുസരിച്ചാണ് നിൽക്കുന്നത്. നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ അനുഗ്രഹം എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാലും ഇന്ന് രാത്രി കഴിഞ്ഞ 3 ദിവസം കൃപയെക്കുറിച്ച് പറഞ്ഞു. ഇന്നൊരു പകൽക്കാലം നീ എന്തിനാ ദുഃഖിച്ച് തിരിയുന്നു എന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രബോധി. കുറച്ച് പേര് വന്നു, ചിലവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ പറഞ്ഞു. ആരെയും തലയ്ക്ക് കരം വയ്ക്കാൻ പോയില്ല, വചനത്തിൽ നിന്ന് വെളിപ്പാട് പറഞ്ഞു. ചിലരിവിടെ വന്നു, അവരെ വചനത്തിൽ നിന്ന് വെളിപ്പാട് പറഞ്ഞു. ഒരാൾ വന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോൾ ഒരാൾ വചനത്തിന് വെളിപ്പാട് പറഞ്ഞു. സ്തോത്രം. വചനമാണ്. സ്തോത്രം. ഞാൻ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 10 ദിവസം 21 ദിവസം ഞാൻ ആഹാരം കഴിക്കാതെ ചൂടുവെള്ളം കുടിച്ചും കൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ദൈവത്തോടെ തിരിച്ചു ചോദിക്കുന്നത്, കർത്താവ് നിന്റെ വചനമെല്ലാം സത്യപ്രവചനമാണ്. ആ വചനത്തിൽ നിന്നുള്ള പ്രവചനത്തെ ഒന്നെനിക്ക് തിരിച്ച് ജനത്തെ ഭാഗമായി തിരിച്ചു കൊടുക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ബോധം വരുത്തി ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ തരും. അതോടൊപ്പം കൃപകൾ തരുന്നു. അനുസരണം ഇല്ലാത്തവനെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ വചനം അനുഗ്രഹിക്കാനാണ് നമ്മളെ വിളിച്ചത്. കഴിഞ്ഞ നാളെ ഒരു സഹോദരി, സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പലപ്പോഴും അവൾക്ക് ആ ദേവാലയത്തിൽ വരും. അവൾ നല്ല എൻ്റെ ആരംഭകാലം തൊട്ടുള്ള വിശ്വാസം. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തും ശാന്തമായി കുടുംബത്തെ കെട്ടി പണിയേണ്ടത് അവരുടെ കടമകളാണ്, ആ സഹോദരിയുടെ കടമയാണ്. എന്നാൽ അവളെപ്പോഴും കാണിക്ക ഇട്ടിട്ട് അങ്ങ് പോകും. ആ പ്രബോധനം കഴിയും, സങ്കീർത്തന പ്രബോധനം കഴിയും, പാട്ട് കഴിയും, മന്ന പറക്കാൻ നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ പല ദിവസവും ഞാൻ കണ്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞു, സഹോദരി നിൽക്കാൻ പറഞ്ഞു, ഒരു വചനം വായിക്കാൻ പറഞ്ഞു. ജനത്തോടെ പ്രബോധനത്തിന് മുൻപേ ഒരു വചനം വായിച്ച് ഇനി നിനക്ക് പോകാം, എന്നിൽ കായ്ക്കാത്ത മരത്തെ എന്ത് ചെയ്യും? സ്തോത്രം. ഒരു സുപ്രഭാതത്തിൽ ഇത് കഴിഞ്ഞ ഒരു മാസം ആയില്ല, അവരുടെ കുടുംബത്തിനകത്ത് ന്യായവിധി ആരംഭിച്ചു. പ്രൈസലോ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്നാ ഇതൊക്കെ പറയുന്നേ. സ്തോത്രം. അതാ ദൂത്. ദൈവവചനം ഇരുന്നനുസരിച്ച് കേൾക്കണം. സ്തോത്രം. കേട്ടാലേ നിനക്ക് അനുഗ്രഹമുള്ളൂ. ഞാനിവിടെ പറഞ്ഞു വേറൊന്നുമില്ല, ഇനി നിനക്ക് പോകാം. അവൾ ആ കാണിക്കേട്ടിട്ട് പിന്നെ പോയി. പിന്നെ അവൾ തിരിച്ചു വന്നിട്ടില്ല. അവളെ വീട്ടിൽ നിന്ന് സ്തോത്രം മകളെ വീട്ടിലേക്ക് താമസിക്കുന്നു. പക്ഷെ അവരുടെ കുടുംബത്തിനകത്ത് എല്ലാം വാരിയിട്ട് തീയിട്ട് നഷ്ടമായി തീർന്നു, കണ്ണീരായി തീർന്നു, വേദന. പിന്നത്തെ 2 ആഴ്ച കഴിഞ്ഞിട്ട് സഭയൊക്കെ വളരെ ഞെട്ടിയ സംഭവങ്ങളാണ്. കാരണം ദൈവത്തിന്റെ വചനത്തെ ത്യാഗം ചെയ്യുന്ന ദൈവദാസന്മാരിന്നില്ല. ത്യാഗത്തോടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്ന് കൃപയെക്കുറിച്ച് എഫേസ്യർക്ക് ലേഖനം 1-ാമത്തെ 2-ാം വാക്യമാണ് നിങ്ങളെ മുമ്പിൽ ആരംഭത്തിൽ പറഞ്ഞത്. സ്തോത്രം. 2-ാമത്തെ കൃപയും സത്യം തന്നെ വിട്ട് വേഗാതിരിപ്പാൻ സൂക്ഷിപ്പിക്കുക. 3-ാമത്തെ കാര്യം 51-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ നിങ്ങളെ സൂചിപ്പിച്ച് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നു പോകുന്ന മനുഷ്യൻ ജീവിതം, ഇതെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് വാരി വിതരണം ചെയ്തു. ഇന്ന് പകൽക്കാലം ദാവീദ് ദുഃഖിച്ച് 38-ാം സങ്കീർത്തനം 6-ാം വാക്യം, ദുഃഖിച്ച് തിരിയുന്നത്. ജീവിതത്തിൽ വരുന്ന ദുഃഖിച്ചവൻ തിരിയുന്നു. അതിനെക്കുറിച്ച്, തിരിയുന്നതിനെ കുറിച്ചുള്ള കാര്യം തിരിച്ചും ജനത്തിന്റെ നടുവിൽ വ്യക്തമായി ദൈവാത്മാവ് പറയുവാൻ ഇടയായി. ഈ രാത്രി ഈ യോഗത്തിന്റെ അനുഗ്രഹമായിട്ട് ദൈവമക്കൾ നടത്തിയല്ലോ. ഈ സഭയോടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിച്ച് സ്തോത്രം. അല്പനേരം വിശ്രമിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്രമിച്ചില്ല എങ്കിലും ഇവിടെ വിട്ടിട്ട് ഞാൻ വിശ്വാസികളുടെ വീടുകളൊക്കെ വിസിറ്റിംഗ് ചെയ്ത് കടന്ന് അവരെയും ഒന്ന് പ്രാർത്ഥിച്ച്, അവർ പ്രാർത്ഥിച്ചു. 8 മണിയാകുമ്പോൾ അവർ പ്രാർത്ഥന ഇപ്പോൾ നിർത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥനയിൽ അവരെ സമർപ്പിച്ച് സന്തോഷിച്ച് അവരെ ഏൽപ്പിച്ച് എങ്ങനെ ഒരു യോഗത്തിന് പോകുന്നു, വേറെ സന്തോഷത്തോടെ ഭാഷ പോകാൻ പറഞ്ഞു. അവർക്കറിയാം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് നന്നായിട്ട്. അതുകൊണ്ട് സ്തോത്ര ദൈവസന്നിധാന വിശ്വാസത്തോടെ ഇറങ്ങി വരുവാൻ ഇടയായി. അവർ പ്രാർത്ഥിച്ച് അവർ തന്നെ കർത്താവിനെ വളരണമല്ലോ, അവർ നിലനിൽക്കണം. നാളെ ഇവിടെ നിന്ന് ഞാൻ കടന്നു പോകുന്ന വീട്ടിലില്ല, നേരെ എൻ്റെ ചർച്ചിലേക്ക് കടന്നു പോവുകയാണ്. പോയിട്ട് അവിടെ വിശ്രമിച്ചിട്ട് നാളെ ഇവിടെ കടന്നു വരും. മറ്റുള്ള സ്ഥലത്ത് ദൈവദാസനെ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായ എല്ലാവർക്കും ഈ സഭയ്ക്കും ഈ വരുന്ന ജനത്തിനും തുടർന്ന് നടക്കുന്ന നിങ്ങൾ നടത്തിയ ശുശ്രൂഷകൾക്കും ആ കുടുംബത്തിനും എല്ലാവർക്കും ചേർന്നുള്ള ഒരു ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പുതുതായിട്ടൊന്ന് നിങ്ങൾ കേട്ടത് തന്നെയാണ്. അതെ, ഞാൻ പങ്കുവയ്പ്പാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം ആദിയാഗമം 12-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഉങ്ങളെ ആശീർവദിக்கிறவர்களை ആശീർവദിപ്പേൻ. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്ക് സ്തോത്രം. വായിച്ച വചനമടിയനെയും ജനത്തെയും സഭയും കുടുംബങ്ങളെയും ദൈവാത്മാവനാൽ അനുഗ്രഹിച്ചു മാനിക്കണം. കൃപയിൽ മറച്ചുള്ള ആശീർവദിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഇത് അറിയാത്തവരാരും ഇവിടെ ഇരിപ്പല്ല. എല്ലാവർക്കും ഈ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ആദിയാഗമം അല്ലെങ്കിൽ അബ്രഹാമിന്റെ ചരിത്രം, ജീവിതത്തിൽ
ഒരു സെന്റൻസ് ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് വചനം നന്നായി വായിക്കുന്നവർ കേൾക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആത്മീയ അനുഗ്രഹമാണ്. 12-ന്റെ 3 കാര്യം അബ്രഹാം വിട്ടപ്പോൾ 7 അനുഗ്രഹങ്ങൾ അവിടെ കൊടുത്തിരുന്നു. ഞാനതിൽ ഒരു അനുഗ്രഹം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പങ്കുവയ്ക്കാൻ പോകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പുസ്തകത്തിൽ തന്നെ 3-ാം വാക്യത്തിൽ 3 അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3 അനുഗ്രഹം ആ പുസ്തകത്തിനകത്ത് ഇരിക്കുകയാണ്. ഈ 3 അനുഗ്രഹം ഏതെല്ലാം നിലകളുടെ അനുഗ്രഹം എന്ന് അത് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കണമെങ്കിൽ വളരെ സമയം എടുക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം 9 നിർത്തുകയും വേണം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തുള്ള വചനങ്ങളെ മാത്രം ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ പങ്കുവയ്പ്പാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ആദിയാഗമം, ഹല്ലേലൂയ, അതിന്റെ 12-ന്റെ 3-ാം വാക്യത്തിൽ പറയും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ ആശീർവദിപ്പൻ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. പരസ്പരം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ജനങ്ങളെ നോക്കി, നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് അനുഗ്രഹിക്കുന്ന വാക്ക് നമ്മൾ പറയുന്നു എങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈ കുലുക്കുമ്പോൾ ഒരു അനുഗ്രഹം തന്നെയാണ്. മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. മുഖത്തോട് മുഖം നോക്കി സ്തോത്രം സന്തോഷിക്കുന്നത് അതൊരു അനുഗ്രഹം തന്നെ. വാടിയ മുഖത്തോടും ക്ഷീണിച്ച മുഖത്തോടും തളർന്ന മുഖത്തോടും നിങ്ങളുടെയൊക്കെ കൂലിപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. നന്നായിട്ട് അറിയാം. വീട്ടിൽ ജോലി ചെയ്താലും നന്നായിട്ട് വേലകളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറുമ്പിനും അതിനുള്ള ഭാരം ഉണ്ടെന്ന സ്തോത്രം വേദപണ്ഡിതന്മാർ പറയുന്നു. ഉറുമ്പിനും അതിനുള്ള ഭാരമുണ്ടെന്ന്. അപ്പൊ നിങ്ങളുടെ കൂലിപ്പണി ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം വേദന ഉണ്ട്. ടാപ്പിയും തൊഴിൽ ചെയ്യുന്നവരുണ്ട്, സ്തോത്രം കിണർ വെട്ടാൻ പോകുന്നവരുണ്ട്, സ്തോത്രം റോഡിന്റെ പണികൾ കടന്നു പോകുന്നവരുണ്ട്, മേസ്തിരി പണിക്ക് പോകുന്നവരുണ്ട്, സ്തോത്രം പെയിന്റിങ് പണിക്ക് പോകുന്നവരുണ്ട്, പ്ലംബിംഗ് പണിക്ക് പോകുന്നവരുണ്ട്, വയറിംഗ് പണിക്ക് പോകുന്നവരുണ്ട്. ഇതിനൊക്കെ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാസ്റ്റർ ഇതൊക്കെ പോയിട്ടുണ്ട്. അത് ഞാൻ ഇതിന് പോയിട്ടുണ്ടെന്ന്. ഇതിന് അനുഭവമില്ലാതെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഭവത്തോടു കൂടെ അല്ലേ ഇത് പറയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ജോലിയും പിന്നെ കിണർ വെട്ടുന്നവർ, കിണർ വെട്ടാനും എനിക്ക് മനസ്സിലാക്കുവാനും കിണർ വെട്ടുവാനും കുറ്റി വയ്ക്കുവാനും ബോറിയും വയ്പ്പാനും ഇന്നൊക്കെ സ്തോത്രം അതിനൊക്കെ നല്ല ഒരു ജ്ഞാനം ദൈവം തന്നിരിക്കുന്നു, ഒരു വെളിപ്പാട് ദൈവം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ കുറ്റി വയ്ക്കുന്ന പറഞ്ഞാൽ കുറി പറയുന്ന തുള്ളലുകാർ കുറ്റി വെച്ചപ്പോ വെള്ളം കിട്ടിയില്ല, പാസ്റ്റർ കുറ്റി വെച്ചപ്പോ വെള്ളം കിട്ടി. അതാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത്. ഒരു സ്തോത്രം പറഞ്ഞില്ല. അതാണ് അനുഗ്രഹത്തിന്റെ കലവറ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം എന്ന് പറയുന്നതാ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വേദപുസ്തകത്തിൽ പറയുന്ന നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിന് എപ്പോഴാ അനുഗ്രഹം ഉണ്ടായത്? ഉടനെ അനുഗ്രഹം ഉണ്ടായില്ല. ചിലർ പറയുന്നത് ഉടനെ അനുഗ്രഹം വേണമെന്നാണ്. ഉടനെ അനുഗ്രഹം വേണം. അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ മുഖം വാടും. അബ്രഹാമിന്റെ മുഖം വാടി. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിന് മുഖം വാടി. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് മുഖം വാടി. കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ വന്നു. കുടുംബത്തിൽ തന്നെ ഭിന്നതകൾ വന്നു. കുടുംബത്തിനകത്ത് കണ്ണുനീര് വരുവാനിടയായി തോന്നുന്നു. കാരണം എന്താണ്? അനുഗ്രഹമില്ല. വിളിച്ച ഉടനെ അനുഗ്രഹം ഉണ്ടാവില്ല. വാഴ നട്ട ഉടനെ നാളെ എനിക്കൊരു കൊല കിട്ടണം എന്ന് പറയണം, അവിടെ നമുക്ക് കിട്ടില്ല, അനുഗ്രഹം ഉണ്ടാവില്ല. പ്രൈസ്. അനുഗ്രഹം എന്ന് പറയുന്ന നാളുകൾ കാത്തിരിക്കണം. അനുഗ്രഹം എന്ന് പറയുന്ന ദൈവത്തിന്റെ സമ്മുഖത്തിൽ കാത്തിരുന്ന് ബലം പ്രാപിക്കണം. അനുഗ്രഹം എന്ന് പറയുന്ന ദൈവത്തോട് കാത്തിരുന്ന് പ്രാപിച്ചെടുക്കുന്നതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. അല്ലാതെ അനുഗ്രഹം എന്ന് പറയുന്നത് ഓടി വന്ന ഉടനെ സ്തോത്രം കിട്ടുന്ന അനുഗ്രഹമല്ല. അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിലാണ് സ്തോത്രം അബ്രഹാമിനെ വിളിക്കുന്നത്. സ്തോത്രം. തേരഹിന്റെ മകനായിരിക്കുന്ന അബ്രഹാം വലിയ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി പിറകെ സേവിച്ച് വിണങ്ങി അതിനെ നമസ്കരിച്ച് അതിന്റെ മുമ്പിൽ മുട്ടുകുത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ കാര്യാദികളൊക്കെ ചെയ്ത് അതൊക്കെ വിളിക്കാത്തത് പോലെ ഏറിയിരുന്ന ദൈവത്തിന്റെ മുൻപിൽ നിന്നും കൊണ്ട് യഥാർത്ഥ സത്യം അവമനപുത്രനായ ക്രിസ്തുവിനെ ദേശീകരിക്കപ്പെട്ട ദൈവപുത്രൻ അവനെ നേരിട്ട് വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. വിളിക്കുമ്പോഴാണ് അവന്റെ ശബ്ദം തിരിച്ചറിയുന്നത്. ദൈവം ഇതിന്റെ ശബ്ദം അതുവരെ അവന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവന് വിളിയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വിളിയുണ്ട്. കേട്ട് മനസ്സിലാക്കുക. നിന്റെ വീട്ടിലിന്റെ അകത്തും ദൈവം എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ ഭവനത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ മക്കളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ അയൽവക്കത്തെക്കാൾ നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്നറിയാമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കണം. കാരണം അനുഗ്രഹത്തിനായിട്ടല്ലേ വിളിച്ചത്. പക്ഷെ വിളിച്ചപ്പോൾ നമ്മൾ ലഭിച്ച ഉടനെ അനുഗ്രഹം ഉണ്ടായില്ല. അനുഗ്രഹം ഉണ്ടാകത്തോണ്ട് നമ്മൾ എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല. നീ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. എഴുന്നേറ്റ് നിൽക്കുന്നത്
ഒരു അനുഗ്രഹം. ഇന്ന് പാടാൻ ദൈവം കൃപ തന്ന ഒരു അനുഗ്രഹമാണ്. എത്രയോ പേർക്ക് ട്യൂബിട്ട് വെള്ളം കൊടുക്കുന്നു, എത്ര പേർക്ക് ആഹാരം കഴിക്കാൻ വരുന്നില്ല, എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എത്ര പേർക്ക് വേദനയിലായിരിക്കുന്നു, എത്ര പേർക്ക് ആഹാരം വാങ്ങി കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിരിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് വന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ കളയരുത്. അതാ ദൈവത്തിന്റെ സന്നിധാനത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് അത് സാധാരണമായി അബ്രഹാമിനെ വിളിച്ചോടെ 75-ാമത്തെ വയസ്സിലാണ് വിളിക്കുന്നത്. അവന് ഒരു അനുഗ്രഹമല്ല. അബ്രഹാമിനോടുകൂടെ അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറാവുണ്ട്. അത് മാത്രമല്ല ലോത്തും കുടുംബമുണ്ട്. അവരൊക്കെ കൂടെ വരികയാ. ഹല്ലേലൂയ. ഇതെല്ലാം വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കാണാനില്ല. മക്കളില്ലാത്തവനായി ഇറങ്ങിത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ മക്കളില്ലാത്തവൻ നമ്മൾ കാണുമ്പോൾ നമ്മളെ കുറിച്ച് പറയുന്ന മലടൻ എന്ന് പറയും. അവനെ അങ്ങനെ പറഞ്ഞിരിക്കാം. മലടി എന്ന് പറയും. ഇന്നൊക്കെ ലോകത്തിൽ അങ്ങനെയാ. കുഞ്ഞിനെ പോലെ കയ്യിൽ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളെ നമ്മുടെ ജീവിതം തന്നിരിക്കുന്ന മക്കളെ പോലും അടുത്ത മക്കളെ അവരെ കയ്യിൽ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നിണല് വിട്ടുപോകുമെന്ന് പറഞ്ഞ് ശാപം പറയുന്നവരാണെന്ന് പറയും. അങ്ങനെ ഒരു ശാപഗ്രസ്തനായിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തെ ശാപമല്ല അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്, ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അനുഗ്രഹത്തിന് നാളുകൾ കാത്തിരിക്കേണ്ടത് വന്നു. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് നാളുകൾ കാത്തിരിക്കേണ്ടതാണ്. എന്റെ കുടുംബത്തിൽ ചിലപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി ഈ യോഗം ദൈവത്താൽ നടത്തപ്പെട്ടു എങ്കിൽ എന്റെ വീട്ടിനകത്തൊരു അനുഗ്രഹം ഉണ്ടായിട്ടാണ്, ദൈവം ഒരു നന്മ ചെയ്തിട്ടാണ് നീ യോഗം വെച്ചത്. അത് ദൈവം തന്നെ നീതീകരിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉടനെ ലഭിച്ചില്ല അനുഗ്രഹം, ഉടനെ നന്മ ഉണ്ടായില്ല. പിന്നെയും അവൻ കാത്തിരിക്കേണ്ടത് വന്നു. വയസ്സ് 199 വയസ്സാകുമ്പോഴാണ് അവന് പുത്രസന്താനം ലഭിക്കുന്നത്. അതിനുമുമ്പ് അവൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കേണ്ടത് വന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറ തന്നെ പാസ്റ്റർ, അവള് തന്നെ ഓട്ടത്തി, അവള് തന്നെ തകുതി വായിച്ചു, അവള് തന്നെ എല്ലാ കാര്യവും നടത്തി. സ്തോത്രം. പ്രശ്നം വന്നപ്പോ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ പോയപ്പോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പ്രശ്നം വന്നപ്പോ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ പോയി. ചുരുക്കി പറഞ്ഞു പോയ സമയമില്ലാത്തതുകൊണ്ടാ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ, അവള് പറഞ്ഞു ഇനിയും കേളെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് അനുഗ്രഹം. ജീവിതത്തിൽ ദൈവം പറയുന്ന വാക്കനുസരിച്ച് നിലനിന്നാൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. ദൈവം ഒരു നാളും തന്നെ കൈവിടത്തില്ല. അപ്പൊ അനുഗ്രഹത്തിനായിട്ട് വിളിച്ചു, സമയത്തിന് കാത്തിരിക്കേണ്ടി വന്നു. നമ്മളെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണല്ലോ. ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ കാറ്റൊക്കെ അടിച്ചു. എൻ്റെ ഒരു അനുജനും 1000 മൂടിന് വാഴകൾ നഷ്ടപ്പെട്ടു പോയി. നോക്കിയിരുന്നു. അവൻ പറയുന്നു കഴിഞ്ഞ നാളിൽ, അണ്ണാ സ്തോത്രം, എന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചിരുന്ന മനസ്സിന്റെ സ്വപ്നം പോലെ കണ്ടിരുന്ന അനുഭവങ്ങൾ 2-4 ലക്ഷം രൂപ എന്നെ വിട്ട് നഷ്ടപ്പെട്ടു പോയി. ഒരു കാറ്റടിച്ചപ്പോ കണ്ടോ, അനുഗ്രഹത്തിന് പ്രതിഷ്ഠിച്ചിരുന്ന നന്മകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ വരില്ല. ചിലപ്പോൾ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ നമ്മൾ മുറുമുറുക്കാറുണ്ട്, നമ്മളെ വിശ്വാസം വിട്ടുപോകാറുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാറുണ്ട്, ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാതിരിക്കാറുണ്ട്, ദൈവത്തിൽ നിന്ന് കണ്ണുനീരൊഴുക്കി നമ്മൾ ജീവിതത്തിൽ എന്തിനാ പ്രാർത്ഥന, എന്തിനാ പള്ളിയിൽ പോകണം, എന്തിനാ ഉപവസിക്കണം, എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് ദൈവവചനം കേൾക്കണം എന്നൊക്കെ നമ്മൾ ആ സമയത്തിൽ വീട്ടിനകത്ത് ടിവിയോ സിനിമയോ എന്തൊക്കെ കണ്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, അവനെ നിന്നെ അനുഗ്രഹം ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഞാൻ എന്നുള്ള വാക്ക് യഹോവ പറയുന്നു. അത് മലയാളത്തിന്റെ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നുള്ള വാക്ക് ദൈവത്തിന്റെ വാക്കാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വാക്ക്, അത് മനുഷ്യന്റെ ഉള്ളതല്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ ആദിയും അന്തവും അൽബാബും ഉമേഘാവും, മരിച്ചു ഇതാ സദാകാലവും ജീവിക്കുന്നു എന്ന് വെളിപ്പാട് സ്തോത്രം 1:17 യോഹന്നാനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ച സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുക. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അവനെ അനുഗ്രഹത്തിനായിട്ട് വിളിച്ചു. അവനെ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സഭ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹത്തിന് ഏറ്റെടുപ്പാൻ നിനക്ക്
അവർക്ക് മനസ്സുണ്ടാകണം, നല്ല നിലമാക്കി കൊടുക്കണം, നല്ല ഹൃദയമാക്കി കൊടുക്കണം, നല്ല സ്തോത്രം ബുദ്ധി തെളിഞ്ഞവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവനായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് നീ സമർപ്പണം. ആമേൻ. അങ്ങനെ തന്നെ ആമേൻ എന്ന് ഏറ്റെടുക്കുന്ന വാക്കായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് അവനോട് പറഞ്ഞു, ആമേൻ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഈ അനുഗ്രഹം അവന്റെ ജീവിതത്തെ നാളുകൾ കടന്നുപോയി. സ്തോത്രം. അനുഗ്രഹം കണ്ടില്ല. ആമേൻ. സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ മുൻപിൽ അവൻ കാത്തിരിക്കേണ്ടത് വന്നു. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾ കാത്ത് ഇന്ന് രാത്രി കാലം നിങ്ങൾ ആരെങ്കിലും ചില അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അത് തിരിച്ചെടുപ്പാൻ കഴിയാതെ നിങ്ങൾ ഇരിക്കുന്നു എങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മടങ്ങി വരൂ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആ അനുഗ്രഹം തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി നീ മാടിപ്പോകണ്ട. തീർന്ന പ്രശ്നം നിനക്ക് വേണ്ട. ആമേ. കഴിഞ്ഞ നാളിൽ ബേൽക്കാല് പറഞ്ഞതുപോലെ നീ ദുഃഖിച്ച് തിരിയേണ്ട ആവശ്യമില്ല. ആമേ. മനുഷ്യനോട് നിന്റെ സങ്കടങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നീ പറയേണ്ട ഒരേ ഒരുത്തനോട് പറയുകയാണെങ്കിൽ നിന്റെ സങ്കടത്തിന് പരിഹാരം, ആമേ, നിനക്ക് വിടുതൽ തരാൻ നിന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ആമേൻ. നിങ്ങളെ ഉപാഗ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം 6-ാം വാക്യം, ഇവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് മോശയോട് പറഞ്ഞെഴുതി. മോശയോട് പറഞ്ഞ് ഇങ്ങനെയാണ്. ആമേ. സ്തോത്രം. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന 28 ആവർത്തന പുസ്തകം ഉപാഗമം 28-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ വചനങ്ങൾ കേട്ട് ശ്രദ്ധപൂർവ്വം നീ നടന്നാൽ, ആമേ, സകല ജാതികളിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സകല ജാതി കണ്ടോ, ജാതികളുടെ മുമ്പിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. ജാതികൾ കാണുക, സമൂഹം കാണുക, നിന്നെ തല കുനിപ്പിക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ, തല കുനിഞ്ഞു നിൽക്കുന്നവരുടെ നടുവിലും, ആമേ, നിന്നെ കുനിച്ചു കഴിയും, അല്ലെങ്കിൽ നീ നന്നാവൂല എന്ന് പറയുന്നവരുടെ നടുവിൽ, നിന്റെ സമൂഹത്തിന്റെ നടുവിൽ, നിന്റെ പട്ടണത്തിന്റെ നടുവിൽ, നിന്റെ മക്കളുടെ മുമ്പിൽ, ആമേ, നിന്റെ ദേശത്തിന്റെ മുൻപിൽ, ആമേ, നിന്നെ നൂത്തു നിർത്തുന്ന ഒരു കർത്താവ് നിന്റെ മുൻപിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ അനുഗ്രഹം എന്ന് പറയും. അതാ അനുഗ്രഹം എന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്ന 6-ാം വാക്യം വായിക്കുമ്പോ, നീ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പോകുമ്പോൾ. അപ്പൊ 2 അനുഗ്രഹം അവിടെ നടക്കുകയാണ്. നീ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അതാ പോകുമ്പോ അനുഗ്രഹിക്കപ്പെടും. അപ്പം ആവർത്തനം പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിനകത്ത് 1 തുടങ്ങി അതിന്റെ 14 വരെ അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം മോശയോട് പറഞ്ഞു. മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളാണ്, ചട്ടങ്ങളാണ്. ഇസ്രായേലിന് സ്തോത്രം ദൈവത്തിന്റെ കൽപ്പന പറഞ്ഞ് സ്തോത്രം അവന്റെ അനുഗ്രഹം, ജനത്തെ എങ്ങനെയെല്ലാം ഇരിക്കണം, ജനം ഏതെല്ലാം നിലയിൽ അവർ അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കന്നുകാലികൾ അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടണം, അവരെ കൊട്ട അനുഗ്രഹിക്കപ്പെടണം, മാവ് ചെയ്യുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ജീവിതത്തിന്റെ സകലതും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിച്ച ദൈവം തന്റെ ജനത്തോടുകൂടെ പറയുകയാണ്, ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കുറഞ്ഞിരിക്കുന്നു, എന്റെ കളപ്പുറയിലകത്ത് അനുഗ്രഹം കുറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. എന്റെ ജീവിതത്തിന് അനുഗ്രഹം കുറഞ്ഞ കർത്താവ് ഈ വചനത്തിന്റെ വാഗ്ദാനങ്ങളെ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം നൽകി. എന്റെ കളപ്പുരകളെ നിറയ്ക്കണമേ, എന്റെ കുടുംബത്തിനത് നിറയ്ക്കണമേ. എന്റെ കൃഷി ശപിക്കപ്പെട്ട് കിടക്കുന്നു എങ്കിൽ അത് എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം മാറ്റണമേ. എന്റെ കുടുംബത്തിനത് കന്നുകാലികൾ നന്നാവുന്നില്ല എങ്കിൽ അതൊരു അനുഗ്രഹമായി തീർക്കണമേ. എന്റെ മാവ് ചെയ്യുന്ന തൊട്ടി സ്തോത്രം ശപിക്കപ്പെട്ട് കിടക്കുന്നു, ഒന്ന് അനുഗ്രഹമായി തീരണമേ എന്ന് നീ ഒന്ന് പറയുന്നു എങ്കിൽ ദൈവത്തിന് നിന്റെ വാക്കിന്റെ വാക്കുകൊണ്ട് അത് ദൈവം അനുഗ്രഹിപ്പാൻ ശക്തനാ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം, നീ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. എന്താ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും? സ്തോത്രം. എന്റെ വീട്ടിൽ നീ കണ്ണുനീരോടെ ഇറങ്ങിപ്പോയിരിക്കാം, പക്ഷെ നീ വരുമ്പോൾ ഒരു അനുഗ്രഹത്തോടെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ മുൻപിൽ നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എങ്ങനെയാണ്? നീ ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോ സ്തോത്രം, ചില വീട്ടിൽ നിന്ന് നമ്മളൊക്കെ ചില ആൾക്കാര് വിദേശത്തൊക്കെ പോകുന്ന, ഞാൻ പണ്ടൊക്കെ ചില ആൾക്കാരെ, ഇപ്പോഴും അങ്ങനെയാണ്, ചില കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തിൽ ഇപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലപ്പോ ഇവിടെ നിന്ന് കടം മറിച്ച് കാവില് മറിച്ച് പണങ്ങളൊക്കെ എടുത്ത് സ്തോത്രം വിദേശത്തിൽ പോകും. അവരെ കടങ്ങൾ തീർക്കാൻ പറ്റിയില്ല, പലിശയ്ക്ക് പണം എടുത്താ പോകുന്നത്.
Praise the Lord. Hallelujah. നിന്നെ മരുഭൂമിയിൽ വെച്ച് നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ഒരു കാര്യം, ആമേൻ, ദൈവത്തിന്റെ മുമ്പിൽ നീ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ തൊഴിൽ ഒരു പൊടി പോലും പിശാച് തൊടാൻ സമ്മതിക്കില്ല. Praise the Lord. അത് വേദപുസ്തകത്തിന്റെ നീ ഇറങ്ങിപ്പോയപ്പോൾ കണ്ണുനീരോടെയാ വന്നത്. ചിലപ്പോക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേ, 5-8 വർഷങ്ങളൊക്കെ കഴിയുമ്പോ ആമേ എനിക്കൊരു വീട് വയ്ക്കുവാൻ ഇടയായി തീർന്നു. അത് അനുഗ്രഹമല്ലേ? മിണ്ടുന്നില്ലല്ലോ. ആഹാ, നിങ്ങൾ സ്വോത്രം പറയില്ലെന്നറിയാം. എടാ, സ്വോത്രം പറയുന്നേ, ഞാൻ ദൈവവചനം പറയുന്നു. ഓ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടുന്ന് എങ്ങനെയാ പോയെ? കടം മറിച്ച് ആമേ പലിശയ്ക്ക് പണമെടുത്ത് ആമേ സ്തോത്രം. ചിലപ്പോ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ വിറ്റ് ഒക്കെ നമ്മൾ പോകുന്നത്. ആമേ സ്തോത്രം. അങ്ങനെ പോകുമ്പോ അതെല്ലാം നമ്മുടെ ജീവിതം തിരിച്ചെടുക്കുവാനും വസ്തു വായ്പാനും വീട് വയ്പ്പാനൊക്കെ വാക്യം തന്നില്ലേ? അതാ വരുമ്പോ നീ ഇറങ്ങുമ്പോഴും അനുഗ്രഹിക്കപ്പെടും, വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ നീ പോകുമ്പോ ഒന്നുമില്ലാതെയാ പോയത്. അതുകൊണ്ടല്ലേ വൈത്താൻ പാടി, ഒന്നുമില്ലായ്മ എന്നെ ഉയർത്തി. ഒന്നുമില്ലായ്മയെന്ന് ദൈവം എന്നെ ഉയർത്തി. നമ്മളെ ഉയർത്തിയില്ലേ? ഈ ബൈബിള് ഞാൻ എടുത്തിറങ്ങുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് കാശ് പോലും ഇല്ലെന്ന്. സ്തോത്രം. കാശ് പോലും എന്റെ കയ്യിലില്ലെന്ന്. സ്തോത്രം. ഞാൻ നല്ലൊരു മേശരി പണിക്കാരനാണ്. എൻ്റെ കയ്യിലൊരു പ്ലാനൊക്കെ കിട്ടി, ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല കഴിവും ജ്ഞാനവും തന്ന ദൈവത്തിന്റെ മുൻപിൽ ന്യായമായിട്ട് കൂലി തരാം, എൻ്റെ വേല ചെയ്യാൻ പറഞ്ഞു. 28 വർഷമായി ദൈവത്തിന്റെ വേല ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, നീ എന്നെ മുമ്പിൽ അധ്വാനിച്ചത് കൂടുതൽ ഞാൻ കാണുന്നു. ഒരു നേരം കൂടെ എൻ്റെ പാകത്തിൽ എൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്ന് കർത്താവിന്റെ വേല തികച്ച് അങ്ങോട്ട് യാത്ര ചെയ്യണം. എന്നാൽ റെസ്റ്റ് പോലും ഇല്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാളുടെ പറഞ്ഞില്ല. ഞാൻ അന്നേരം എൻ്റെ കണ്ണിനെ ഒന്ന് തിരുമി. അതത്രയും പറഞ്ഞപ്പോ വേറെ ഒരുപാട് കാര്യം പറഞ്ഞു. ആ കണ്ണ് പറഞ്ഞപ്പോ ഞാൻ അല്പ കണ്ണിനെ തിരുമി. സ്തോത്രം. മനസ്സിലാകുന്നു? കർത്താവ് ഒരിക്കലും എന്നെ വിളിച്ചിട്ട് വെറുതെ വിട്ടിട്ടില്ല. സ്തോത്രം. എന്റെ കയ്യിൽ 5 കാശ് കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയൊന്ന് പറഞ്ഞാൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങിയില്ല. എന്റെ വീടിനെ നശിപ്പിച്ച് ചാരമാക്കി മാറ്റിയ ദൈവമാണ്. ഇറങ്ങാൻ പറഞ്ഞു, വിളിച്ചു, കേട്ടില്ല. ഇന്ന് മനോഹരമായ വീട് തന്നു. മനോഹരമായ വീട് തന്നു. അതത്ര എനിക്ക് പറയാനുള്ളൂ. സ്തോത്രം. വേറെ ഒന്നും പറയാനില്ല. എന്റെ ഇളയ മോൻ ഒരു വീട് വയ്ക്കാൻ ഭാഗ്യം ചെയ്തു. എളിയ 2 ചർച്ച് നടത്താൻ കൃപ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് വെളി യോഗങ്ങൾക്ക് പോകാൻ കൃപ ചെയ്തു. സ്തോത്രം. ഇത്രയ്ക്കും ഉപവാസവും പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. മിടുക്കല്ല, കൃപ. മിടുക്ക് പറയുന്നു എങ്കിൽ നിങ്ങളെ മിടുക്കോ കഴിവോ പറയും, നിങ്ങളെ വായിൽ വെച്ച് വെട്ടിക്കളയും ദൈവം. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാസ്റ്ററെ അത് വെട്ടുവോ? വെട്ടുമല്ലോ. ഒന്ന് വായിച്ചായിരുന്നു 34 ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 34 എന്ന് വായിച്ചാൽ നിന്റെ വായിൽ വെച്ച് ദൈവം വെട്ടിക്കളയും. നെബൂഖദ്നേസർ രാജാവിന് വെട്ടിയല്ല, പിന്നെ നിങ്ങൾ പിന്നെ വലിയവരാണ്. 34 സ്തോത്രം 3 വായിച്ച്. അതിന്റെ മേളിലും ഒരു വചനം കൂടെ വായിച്ച്. ആ ആ ആ ആ
ആ 7 കാലം എന്ന് 7 വർഷം. സ്തോത്രം പറഞ്ഞില്ല. ഞാന് ഈ ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് 1.25 വർഷമായി, 4-ാമത്തെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അവൻ കരുത്തായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്ന, എനിക്ക് ഒരു പ്രാർത്ഥന സ്ഥലമുണ്ട്, മാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് 10 കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പാരമ്പര്യത്തിന്റെ പടുങ്കൂറ്റനായിരുന്ന വേദപുസ്തകത്തിന്റെ തെളിവെന്താണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർ ബാക്ക്ഗ്രൗണ്ട് RC കുടുംബങ്ങളായിരുന്നു. അവര് 3 വർഷക്കാലം അച്ഛൻ പട്ടം പഠിച്ച ഒരു സഹോദരൻ ഇവിടെ വരുന്നുണ്ട്. അവന്റെ പേര് കുമാര. അവർക്ക് പോലും ഈ വചനത്തെ തെളിവില്ല. വചനം എന്താണെന്നുള്ള കാര്യം തെളിവിച്ച് തിങ്കളാഴ്ച തോറും വൈകുന്നേരം അവരെ വീട്ടിൽ ആരാ നടക്കുന്നുണ്ട്. ആ ആരാ നടക്കുമ്പോൾ ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ആ ഒരു വിഷയത്തെക്കുറിച്ച് തലപ്പിനെ വെച്ച് പ്രസംഗിക്കുമ്പോൾ 3-3.25 വർഷം, 2-2.5-3 വർഷത്തോളമാകുന്നു. ഇതുവരേക്കും പ്രസംഗിച്ചെന്ത് ചെയ്തില്ല, തീർന്നില്ല. പിന്നെ എങ്ങനെ ദൈവം നിന്നെ നടത്തുന്നത് നിങ്ങൾ ചിന്തിച്ചു പോകും. ഒരു വിഷയമാണ്. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല മഴ പെയ്യില്ല. ഈ ഒരു വിഷയം അവൻ ചുരുക്കി പ്രാർത്ഥിച്ചു. ഇത്രയേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ ഞാൻ വചനത്തിന് ഏത് അഗ്രഗണ്യൻ എന്റെ തലയുടെ അകത്ത് കയറിയിരിക്കും നോക്കണം. പരിശുദ്ധാത്മ തന്നത്. അത് ബുദ്ധി കഴിവൊന്നുമല്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് കാണേണ്ട കഴിവ് എനിക്ക് ജ്ഞാനവും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നത്. ഒരു മാട്ടമോ ഇത് മറവില്ലാതെ ക്ലിയർ പറഞ്ഞിട്ട് പോകുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അവര് തന്നെ പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ച് വചനമെടുത്ത് അതിനെല്ലാത്തിനും ഒത്തുവാക്യങ്ങൾ എടുത്ത്, ഒത്തുവാക്യമൊന്നും എടുക്കാനുള്ള സമയമില്ല. അത് ഇന്നത് വായിര്, നിനക്ക് ഇന്ന സംശയമല്ലേ, ഇന്നത് വായിര്, ഇന്ന തെളിവിന് ഇന്ന വചനം വായിര്, ഇന്ന തെളിവല്ല ഇന്നത് വായിര്, ഇന്ന തെളിവല്ല ഇന്നത് വായിര്, നിനക്ക് സംശയമല്ലേ ഇന്നത് വായിര്. സ്തോത്രം. യാഗം എങ്ങനെ ചെയ്യണം, യാഗവസ്തു എങ്ങനെ ചെയ്യണം, പ്രകാരത്തിൽ എങ്ങനെ വരണം, വിശ്വാസി എങ്ങനെ നിൽക്കണം, വിശ്വാസി എങ്ങനെയെല്ലാം നിന്ന് പ്രാർത്ഥിക്കേണ്ടത്, അവർക്ക് പോലും സംശയം ഇങ്ങനെ വചനം ഉണ്ടോ എന്ന്. കർത്താവിനെ എങ്ങനെ ആരാധിക്കണം, കർത്താവ് ആരാണ്, നിത്യപിതാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം, എങ്ങനെയൊക്കെ നിൽക്കണം. സ്തോത്രം. ഈ വചനത്തിനെ കുറിച്ചുള്ള ആ ഒരു വലിയൊരു തെളിവ് ഈ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം. നെബൂഖദ്നേസർ രാജാവ് 4-ാമത്തെ 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ, 4-ാം വാക്യം വരെ സ്വപ്നം കണ്ടതാ. സ്തോത്രം. അവന്റെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് 5-ാം അധ്യായം 6-ാം വാക്യം അവന് വായിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നെന്ന് അറിയാമോ? സ്തോത്രം. അവിടെ ശാസ്ത്രി, മന്ത്രവാദി, സുതരക്കാർ, ആഭിചാരം ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ 4 വിധമായ ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു തരണം, അല്ല എങ്കിൽ ഞാൻ നിങ്ങളെ ദേശത്തിൽ നിന്ന് നീ മാറ്റിക്കളയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരൊന്നും അറിഞ്ഞില്ല. പക്ഷേ ദർശനം പറയണത്, സ്വർഗീയ ദർശനം പറയണത് ദൈവകൃപ വേണം. സ്വർഗീയ ദർശനം പറയണമെങ്കിൽ ദൈവകൃപ വേണം, പരിശുദ്ധാത്മ വേണം, വെളിപ്പാട് വേണം. നിന്റെ വീട്ടിലെ, നിന്റെ ജീവിതത്തിൽ വെളിപ്പാട് വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞല്ലോ, ഇവിടെ പരിശുദ്ധാത്മാവ് ചില പ്രശ്നങ്ങൾ വരുന്നു, അത് ഞാൻ കണ്ടിട്ട് വരികയാണ്. പക്ഷേ പരിശുദ്ധാത്മ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അവിടെ പോയി പ്രസംഗിക്കാൻ പോയി, നിന്റെ നാമത്തിലേ പോയത്, നീ എന്നെ അയച്ചിട്ടില്ലേ പോയത്, നീ ദർശനം കൊടുത്തിട്ടില്ലേ അവർ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ അവിടെ പോയി ദൈവത്തിന്റെ വചനം സംസാരിച്ചു. കലഹത്തിന്റെ ആത്മാവ് അവിടെ പറയും. നാളെ ആൾക്കാർ പറയും, പാസ്റ്റർ വന്നപ്പോ സഭയെ കലക്കിട്ട് പോയി. അങ്ങനെ ഒരു കലക്കം അവിടെ വരരുത്. സ്തോത്രം. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥി കിടക്കുമ്പോ ഞാൻ മൈക്ക് വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പാട് എനിക്ക് മനസ്സിലായി. കലഹത്തിന്റെ ആത്മാവല്ല, സ്നേഹത്തിന്റെ ആത്മാവ്. ആമേൻ. 7 കാലം എന്ന് പറഞ്ഞ 7 വർഷം. അതെല്ലാം വ്യാഖ്യാനിക്കാൻ സമയമില്ല. അവൻ കണ്ട സ്വപ്നത്തിനെ വ്യാഖ്യാനിപ്പാൻ കൽത്തർ ജനം എന്ന് പറഞ്ഞ ദൈവജനമാണ്. പക്ഷെ ആ കൽത്തർ ജനം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? മാനസാന്തരം. പക്ഷെ ഈ കൽത്തേര് അടിമപ്പെട്ടുപോയി, അവർ തകർക്കപ്പെട്ടുപോയി എന്ന് വേദവസം പഠിപ്പിക്കുന്നു. കാരണം എന്ത്? അവർ ദൈവത്തിന്റെ കൽത്തേരുടെ ഇടയിൽ കിടന്ന് കൽത്തേർ ഭാഷ പഠിക്കുവാൻ ദാനിയേലിന് കൃപ നൽകി. നമ്മളും ചിലവോ നമുക്ക് വലിയ ഭാഷയോ വരങ്ങളോ കൃപാവരങ്ങളോ ഒന്നും ഇല്ല എങ്കിലും ദൈവവചനം നീ നന്നായിട്ട് പഠിച്ചാൽ മതി, അതിന് വേണ്ടുന്ന ജ്ഞാനം ദൈവം തരും. ജ്ഞാനം ദൈവമാണ് തരുന്നത്. അപ്പോൾ നീ നകളിക്കരുത്. ദൈവത്തിന്റെ പാതപിടത്തിൽ ഇരുന്നാൽ ദൈവം ജ്ഞാനം തരും. സ്തോത്രം. നമ്മളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ദൈവം അതിനുള്ള കൃപ തരും, അതിനുള്ള വെളിപ്പാടുകൾ തരും. കാരണം നീ വരുമ്പോൾ അനുഗ്രഹിക്കണം, പോകുമ്പോ അനുഗ്രഹിക്കപ്പെടും. ദൈവം വെട്ടും,
ദൈവം വെട്ടിക്കളയും. നമ്മൾ വെട്ടാതിരിക്കണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഇണങ്ങുന്ന ആയുധമായിരിക്കണം, ഇണങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പൻ പറയുന്ന വാക്കിന് അനുസരിച്ച് നടക്കണം. അപ്പൻ പറയുന്ന വാക്കിന് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം. 2 ദിവസം ഉപവാസി എന്ന് പറഞ്ഞാൽ ഉപവസിക്കണം. അല്ലെ വീട്ടിനകത്ത് ഒരു ഉപവാസം വൈകുന്നു പറഞ്ഞാൽ ഉപവാസം വയ്ക്കണം. വാച്ച നീ പ്രാർത്ഥിച്ചു നോക്ക്, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കൾക്ക് വേണ്ടി ഉപവാസം വയ്ക്കണം. സ്തോത്രം. യോബ് ഉപവാസം വെച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ, യാഗം ചെയ്തല്ലോ. പഠിച്ചിട്ടില്ലേ? എന്തിനാ യാഗം ചെയ്തേ? മക്കൾ പാപം ചെയ്ത് പോകുമോ എന്നുള്ള ചിന്തയിൽ യോബ് യാഗം ചെയ്തു ദൈവത്തിന് മുമ്പിൽ. വേദപുസ്തകത്തിന് പഠിക്കുമ്പോൾ യോബിന്റെ യാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, യാഗവസ്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ യോബ് തന്നെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് വേദപണ്ഡിതന്മാർ. അത്ര ചരിത്രങ്ങൾ തെളിവിക്കുക. കാരണം യോബ് വിശ്വസ്തനാണ്, ഉത്തമനാണ്. അവന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സാധാരണമായ അനുഗ്രഹമല്ല. എത്രമാത്രം ഒട്ടകമുണ്ട് നമ്മളെ വീട്ടില്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കൊല്ലി പശു നിന്നാ പിന്നെ നമ്മൾ പള്ളിയിൽ പോലും വരികയില്ല. ഒരു കൊല്ലി ആട് നിന്നാ മതി, പിന്നെ അതിന് നമുക്ക് പാര വേണ്ട തൊലിക്കാൻ. സ്തോത്രം, പ്രൈസലോ. പാരൊന്നും വേണ്ട, താങ്ങി തൊലിക്കാൻ. അതിനെ കൊണ്ട് അത് എല്ലുമുള്ള തല്ല് നിൽക്കുകയല്ലേ, പാരയാ നിൽക്കേ. നമുക്കൊരു കൊല്ലി ആട് കിട്ടിയാൽ മതി, ഒരു കൊല്ലി പശു കിട്ടിയാൽ മതി, വേണ്ട ഒരു ചെറിയ തൊഴിൽ കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ പള്ളിയെ അങ്ങ് മറന്നു പോകും. സ്തോത്രം. ദൈവത്തെ മറക്കുന്നവൻ ദൈവം തന്നെയും മറക്കും. നിങ്ങളൊന്നും സ്തോത്രം പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ അനുഗ്രഹത്തെ കുറിച്ചാ പറയുന്നേ, വേറൊന്നും പറയുന്നു. അപ്പൊ അനുഗ്രഹം എങ്ങനെയാണ് ഭവിക്കേണ്ടത്? ഞാൻ അനുഗ്രഹം വാങ്ങിച്ചവനാ, ഞാൻ അനുഗ്രഹം വാങ്ങിച്ചതുകൊണ്ടാ പറയുന്നേ. സ്തോത്രം. ഇന്ന് വേണ്ടുന്ന എളിയവരെ കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കും, എളിയവരെ കാണുമ്പോൾ, സാധുക്കളെ കാണുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ എനിക്ക് ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞല്ലോ, ഞാനും പ്രിയ കർത്തൃദാസനും നിങ്ങളൊക്കെ അറിയത്തില്ല. ഈ വേല വളരുന്ന മുൻപേ ഞങ്ങളുടെ കൊലശേഖരം എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ അവരൊരു വാഴത്തോട്ടമുണ്ട്. അവിടെ അവരുടെ വാഴത്തോട്ടത്തിൽ തന്നെ അവിടെ പാട്ടം വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് മാടത്തിൽ കിടന്ന് ഉറങ്ങി. പ്രൈസലോ. അവിടെ തന്നെ മുട്ടയോ അല്ലെങ്കിൽ കിഴങ്ങോ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ വാഴയ്ക്കോ ചുട്ടുപറയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ഇന്ന് അവിടെ പ്രാർത്ഥനയും കഴിച്ച് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ കൊണ്ടായിരുന്നോ? ഇല്ല. നീ ഒന്നും ഉണ്ടായിരുന്നു? ഓടി. അങ്ങനെ പറ, ഓടിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അല്ലേ നീ അറിയുന്നേ. സ്തോത്രം. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ പോയത് ഇനി തടിക്കാര ഗുണത്തിന് അപ്പുറത്ത് മലയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയി. അതിൽ ദൈവദാസൻ ഇവിടെ ഉണ്ട്, എജിയിൽ പ്രവർത്തിച്ച അവരെ ചർച്ചിൽ ഞാൻ കടന്നുപോയി. ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ വീട്ടിന്റെ പരിസരത്തുള്ളവരാ, എന്റെ ബന്ധുക്കളാ. സ്തോത്രം. ഇങ്ങനെ ബലഹീനനായി എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിപ്പോയി. ഞാൻ ഇവിടെ ചർച്ചയിൽ പ്രസംഗിച്ചു, ദൈവവചനം പറഞ്ഞു, ദൂതുകൾ പറഞ്ഞു. സ്തോത്രം. അവരൊരു സ്കൂളുണ്ടായിരുന്നു, അത് അവരാ സ്കൂൾ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ നിരാശയാ പുള്ളിയെ ബാധിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നല്ലൊരു ആത്മീയ ശുശ്രൂഷകനാ. സ്തോത്ര. ദൈവനാമത്തിന് കൊടുക്കാനും പ്രവർത്തിപ്പാനും നല്ലൊരു ആത്മീയ കുടുംബമാണ്. സ്തോത്രം. ഇന്നൊരു ബലഹീനമായി പോയി. നീതിമാൻ ഉപദ്രവങ്ങൾ അനേകം വരും. നമ്മൾ ചിരിക്കാനൊന്നും ഇല്ല. ഉപദ്രവങ്ങൾ വന്നു, ബലഹീനനായി. പക്ഷേ നീതിമാൻ 7:78 എഴുതാൻ എന്ത് ചെയ്യും? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനെ മാനിക്കും. അതാ അനുഗ്രഹം. സ്തോത്രം. തലകുനിച്ചവരുടെ നടുവിൽ ദൈവം നൂർത്ത് നിർത്തും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ആത്മാവ് നൂർന്നു നോക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഘട്ടമായിരിക്കുന്ന അവസ്ഥകൾ 40-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിന്റെ ഉള്ളിൽ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മോപ്പോട്ട് നോക്കാൻ പറ്റുന്നില്ല. മോപ്പോട്ട് നോക്കാൻ പറ്റാത്ത ആ വചനത്തിന്റെ അകത്ത് കിടക്കുന്ന പ്രവചനത്തിന്റെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ നെല്ല ഞാൻ അങ്ങോട്ട് പോയോണ്ടിരിക്കട്ടെ, എനിക്ക് സമയമില്ല, വായിക്കാൻ നേരമില്ല. സ്തോത്രം. എന്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ അങ്ങോട്ട് പോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മേപ്പോട്ട് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉൾഭാഗത്തിലേക്ക് കിടന്ന ആ സങ്കീർത്തനകാരൻ എഴുതിയ വാക്ക്, പുതിയ നിയമത്തിന് 18 വർഷം കൊണ്ട് കെട്ടി കുനിഞ്ഞിരുന്നവൾ കാണിക്കടമ പുരോഹിതന്മാരുടെ നടുവിൽ കാണിക്ക പോലും ഇടാൻ കഴിയാതെ മോപ്പിട്ട് നോക്കാൻ പറ്റാത്തവളെ യേശുക്രിസ്തു ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവളെ അബ്രഹാമിന്റെ കുമാരത്തിയല്ലേ, ഇവളെ നൂത്തുവിടേണ്ടതല്ലേ? കണ്ടോ? സങ്കീർത്തനം പറഞ്ഞ വാക്ക് അവളെ കെട്ടിവെച്ചിരുന്നു. പാപം, ശാപം, രോഗം, പൈശാച് കെട്ടിവെച്ചു. എൻ്റെ വീടിനകത്ത് അത് കാണും, പൈശാച് കാണും. പോരാട്ടമുണ്ട്. അനുസരണമില്ലെങ്കിൽ പോരാട്ടമാണ്. അനുസരണമില്ലെങ്കിൽ അത് പൈശാചിന് പോരാ.
അനുഗ്രഹ തടസ്സം. നമ്മൾ അനുഗ്രഹം വരുന്നില്ല എന്ന് പറയുന്നു എങ്കിൽ അന്ന് നീ ഒന്ന് ഉപവസിക്കണം. അന്നൊന്ന് ഉപവസിക്കണം. സഭാരാധന കഴിയാതെ നീ ആഹാരം കഴിക്കരുത്. ഒരു ചായയില് ഒരു ചൂട് വെള്ളം കുടിച്ചും കൊണ്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. സഭാരാധന കഴിഞ്ഞിട്ട് നീ സ്ഥിരമായിട്ട് നീ അങ്ങനെ ഉപവസിച്ച് നോക്ക്. സ്ഥിരമായിട്ട് ഒരു തീരുമാനം എടുത്തു നോക്ക്. സുവർ നിനക്കുണ്ട്, ശരി, സുവർ ഇരിക്കട്ടെ. ഒരു തീരുമാനം എടുത്തു നോക്ക്. നിന്റെ വീടിന് അനുഗ്രഹം വരുന്നെന്ന് നോക്കാം. നിന്റെ മക്കളെ അനുഗ്രഹിക്കപ്പെടുന്നത് നോക്കാം. നിന്നെ വിദേശം മുടക്കം കിടക്കുന്ന അതൊക്കെ ദൈവം നിന്നെ അയക്കും. നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നിന്നെ ദൈവം നിന്നെ മാനിക്കും. എന്താ സ്തോത്രം വരാത്തെ? ദൈവം അനുഗ്രഹിക്കുന്നവനല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ഒരു വാക്യമാണ്, അവന്റെ ശ്വാസത്ത സകലതും സൃഷ്ടിച്ചു, എന്നെയും നിങ്ങളെയും. അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇനി വായിക്കാൻ സമയമില്ല. ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ദൈവത്തിന് നീ വരുമ്പോൾ അനുഗ്രഹിക്കാൻ പോകുമ്പോൾ അപ്പൊ നിന്റെ വീട്ടിനകത്ത് എന്തില്ല? ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം, ഒന്നും അതിനകത്ത് നന്മകൾ പ്രാപിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നപ്പോഴാണ് നീ വിദേശയിൽ പോയത്. ഇപ്പൊ നിനക്ക് വീട് തന്നു, നിനക്ക് നന്മ തന്നു, നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ മക്കളെ കൂടെ വിദേശത്തിൽ അയക്കാൻ ഒരു ഭാഗ്യം നിനക്ക് തരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നീ അവിടെ ആദ്യകാലം ഒന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ആദ്യകാലത്ത് നീ എങ്ങനെ ഇരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് പോകാൻ പോലും ഗതി കിടന്നവൻ, സ്തോത്രം, നിനക്ക് പോലും പോകാൻ കഴിയാത്ത മുട്ടിടിച്ച് കിടന്നപ്പോൾ, പിശാചും മനുഷ്യനും വഴിയടച്ചു എന്ന് നിനക്ക് തോന്നിയപ്പോൾ, കർത്താവ് നിനക്ക് വേണ്ടി വാതിൽ തുറന്നു. വാതിൽ അവനാ തുറക്കുന്നത്, നമ്മളല്ല. വാതിലെ കുറിച്ച് പറയുമ്പോ അത് തന്നെ, ആട്ടുവാതിൽ, എരികോ വാതിൽ, സ്തോത്രം, ദേവാലയത്തിന്റെ വാതിൽ, ഇങ്ങനെ വാതിലുകളൊക്കെ ഒരുപാടുണ്ട്. ആ വാതിലൊക്കെ പഠിക്കണം. സ്തോത്രം. മൊർദെഖായി വാതിൽക്കലിരിക്കുമ്പോ ഹാമാൻ പറഞ്ഞു, അവനെ വന്ന് വണങ്ങണം. ഓടാ പിശാച്, എന്നെ വണങ്ങാൻ. കൃപയുള്ളവൻ പിശാചിനെ ഒന്ന് വണങ്ങുവോ? വണങ്ങുവോ? കൃപയുള്ള പിശാചിനെ വണങ്ങും? അവിടെ പോകണം, എന്റെ ജോലിയാണ്. സ്തോത്രം. അങ്ങ് പൂവാറിൽ വരെ വലിയ കൃപ ഉണ്ട്. രാവിലെ ആരാൻ തുടങ്ങിയ വൈകുന്നേരത്ത് അവിടെ ആട്ടം, ആ ഭൂതങ്ങളെ ആടുന്ന തറയിൽ കിടന്ന് ഉരുളും തന്നെ വേറെ കൃപ ഉണ്ടെന്ന്, കൊരവിടുന്നതിന് വേറെ കൃപ ഉണ്ടെന്ന്. നീ കൃപാവരങ്ങളെ കുറിച്ച് എന്നെ വഹിക്കാൻ എനിക്ക് നേരമില്ല, കാരണം സഭയിരിക്കും, എനിക്ക് സമയം. പിന്നെ ഈ നെറ്റി വെച്ച് തള്ളി ഉന്തുന്നതിന് അതിന് വേറെ കൃപ ഉണ്ട്. പിന്നെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉരുണ്ട് വിടുന്നതിന് വേറെ കൃപയാ. എന്ന് ആറി കൊടുക്കും, ഇറങ്ങി പോവില്ലേ. ഈ ആട്ടിന് പുഴു പുണ്ണു വന്ന പുഴു കയറുന്നു. അത് കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ആ മാംസത്തോടെ കുത്തി കയറിപ്പോകും. അതേപോലെയാണ് പിശാച്. ആട് വളർത്തിയവർക്കറിയാം. ഞാനിങ്ങനെ വളർത്തിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അതൊക്കെ വളർത്തിയില്ലേ എൻ്റെ കുടുംബത്തെ ദൈവം ഉയർത്തിയേ. സ്തോത്രം. 8 എണ്ണം 10 എണ്ണം 15 എണ്ണം ഒക്കെ നിൽക്കും. ഇപ്പോഴും 9 എണ്ണം കിടക്കും. ഒരെണ്ണം എത്ര എണ്ണം ഉണ്ട്? ഓ സ്തോത്രം. അതൊരു അനുഗ്രഹം തന്നെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആട് വളർത്തി ശീലമുള്ളവന് ആത്മാക്കളെ വളർത്തി ശീലം വരും. പ്രൈസ് ദി ലോർഡ്. ആട് വളർത്തി ശീലമില്ലാത്തവന് ആത്മാക്കളെ വളർത്താൻ എങ്ങനെ പറ്റും? സ്തോത്രം. ചില ആടുകള് വെള്ളം കുടിച്ചോണ്ടിരിക്കും, മോളിൽ നിന്ന് അതിന്റെ തുമ്പ് പോലും തൊടിയില്ല. അതേപോലെയാണ് സഭ വിശ്വാസി, തുമ്പ് പോലും തൊടും. സ്തോത്രം പറയും. അനുഗ്രഹം വേണം. ചില ആടുകളെ വളർത്തി നോക്ക്, വെള്ളം കുടിക്കുന്നത്. പള്ളിയിൽ വന്നാൽ വിശ്വാസി, പിന്നെ അപ്പോഴപ്പോഴാ ഇതൊരു അസുഖം പിടിച്ച ആടാണ്. അനുഗ്രഹത്തെ വന്നിരിക്കുക. നിങ്ങളെ കുറ്റം പറഞ്ഞല്ല, പിന്നെ അതൊരു കുറ്റം കൂടെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറഞ്ഞതല്ല, എന്നാൽ ഒരു കുറ്റം കൂടെയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിരിക്കുന്നല്ലേ, എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളടുത്ത് വലിയ സ്നേഹം, കാരണം ആത്മാക്കളെ നടത്തുന്നവനല്ലേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്നേഹം. അല്ല, ഇത് പറയാതിരിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ഈ തുളച്ച് ചെല്ലുന്നപോലെ കയറുന്നുണ്ടെങ്കിൽ അവിടെ മാനസാന്തരപ്പെട്ടാൽ മാത്രം മതി. മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് വരെ നീ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ചില ആടാണെങ്കിലോ
അകത്ത് കിടക്കുന്ന മാത്രമേ കഴിക്കാൻ നിൽക്കൂ, വെള്ളം കുടിക്കില്ല. അകത്താണ് മുക്കിളിയിട്ട് അടി കിടക്കാം. എടാ മോളിൽ കിടക്കുന്നെങ്കിൽ എല്ലാം കൂടെ കരയ്ക്ക് വെച്ച് കുടി. അത് നല്ല വിറ്റാമിൻസാ, അതിന് നല്ല വിറ്റാമിൻസ്. പുളിയങ്കിരി കാണും, പുണ്ണാക്ക് കാണും, സ്തോത്രം, അതിന്റെ കലക്കം എല്ലാം കൂടെ കാണും. ചിലപ്പോൾ വയറ്റിന് പിടിച്ചില്ലെങ്കിൽ അപ്പോ നീ പറയും അയ്യോ വയറ്റിന് പിടിച്ചില്ല എന്ന് പറയാം. അത് സ്തോത്രം അല്ലെങ്കിൽ ആളുകൾ പറയുന്നു കൊതിക്ക് കിട്ടി. കൊതി കിട്ടി നീ ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഉറക്കം വരുന്ന ഉറങ്ങല്ലേ? എനിക്ക് ഉറക്കം വരും. ഇന്നലെ 1 മണിയായി ഉറങ്ങിയപ്പോ. സ്തോത്രം. വീണ്ടും ചെന്നിരുന്ന് മേളിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചു. ഈ സഭയെ ജനത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി. അപ്പാ നിന്റെ ജനമല്ലേ, നീ എന്നെ അവിടെ അയച്ചില്ലേ? ആ കുടുംബം വന്ന് ആ ദൈവദാസൻ എന്നെ വിളിച്ചു, ഒരു പരാജയം വരരുത്. അവിടെ ചെന്ന് കരഞ്ഞു. ആ കുടുംബങ്ങൾ ഈ വചനം കൊണ്ട് അവരെ ശുദ്ധീകരിക്കണം. ആമേൻ. 1 മണിയായി, പ്രഭാത പ്രാർത്ഥനയില്ല. പിന്നെയും എഴുന്നേറ്റ് 4 മണിക്ക്. പ്രഭാതം 5 മണിക്ക് എഴുന്നേറ്റു പ്രാർത്ഥിക്കാൻ. കുടുംബം വിളിച്ചു, സ്തോത്രം എഴുന്നേക്ക്, പാട്ടുപാടാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നല്ല ഒരു പാട്ടൊക്കെ പാടി സങ്കീർണമായി ഞാൻ പ്രാർത്ഥിച്ചു. മാധ്യസ്ഥം എന്തോ ഒരു നല്ല ദൈവം. ഇതേപോലെ ഒരു ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറയും ദൈവത്തെ കാണാൻ പറ്റുമെന്ന്. ദൈവത്തെ കാണാം. സ്തോത്രം. ദൈവത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ആ സൗകര്യം കാണാൻ പറ്റും. ആ സൗകര്യം ഒരു വചനം വായിച്ചേ, സംശയമില്ലേ? ആവർത്തന പുസ്തകം 4:12 ഒന്ന് വായിച്ച. ആ സൗകര്യം പറഞ്ഞ് ടീച്ചറല്ലേ, ദിസ് ഇസ് എ മിസ്. ഒന്ന് വായിച്ച് 4:12. ആവർത്തന ഉപാഗമം 4:12. കർത്തൻ അക്കിനി നടുവിൽ സംസാരിച്ചു. അടുത്ത് വാർത്തയും സത്യത്തെ കേട്ടിരിക്ക. അപ്പൊ ഇവർ ഈ സൗകര്യം കണ്ടെന്ന് ചിരിച്ചു പോകണ്ടേ? അല്ല, കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാണണ്ടേ? സഹോദരം, എനിക്ക് ഭയങ്കര സന്തോഷമായി. യേശുവിനെ കണ്ടെന്ന് പറഞ്ഞ കാണണം. അത് നല്ലതാ. ഹൃദയത്തിൽ മത്തായി 5:8 വായിക്കുമ്പോൾ പറയുന്നു, ഹൃദയ ശുദ്ധമുള്ളവൻ ദൈവത്തെ ദർശിക്കും. മറ്റേ പായന്റെ അവിടെ പറഞ്ഞിരിക്കുന്നു. മതി, വായിക്കണ്ട, അവിടെ കിടക്കുന്ന സൗകര്യം. 5:8 ഞാനത് പറഞ്ഞു പോവുകയാ, സമയം പോരാ. സ്തോത്രം. 8:45. ഇനി അങ്ങ് നിർത്താൻ എത്രയാ വാക്യം കിടക്കുന്നത്? 8, 9, 10, 15 വാക്യം കിടക്കുന്നു. നിർത്താൻ പറ്റും. ഇനി വരുന്ന കാലത്ത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? പ്രസംഗിക്കാം. സമയം പോരാ. സ്തോത്രം. ഞാനെൻ്റെ ചർച്ചിൽ 3 മണിക്കൂർ ആയിരുന്നിരിക്കും. ഒരു വചനം എടുത്ത് വെച്ചോണ്ട് എന്ത് ചെയ്യും? 3 മണിക്കൂർ കാത്തിക്കും, കേട്ടോണ്ടിരിക്കും. സ്തോത്രം. അതല്ലേ അനുഗ്രഹം. കാല് വരെ ധരിക്കും. കാല് ധരിച്ച് ഇങ്ങനെ നിൽക്കും. ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ചെന്ന് ഇരുന്നും കൊണ്ട് പ്രസംഗിക്കും. കർത്താവിനല്ലേ പ്രസംഗിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. വേറെ ആര് പ്രസംഗിക്കുന്നേ? എന്റെ കുടുംബത്തെ കുറിച്ചല്ലല്ലോ, എന്റെ മക്കളെ കുറിച്ചല്ലല്ലോ, യേശുവിനെ. പിന്നെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതിനൊരു കാര്യം പറയും. ഇരിക്കാൻ പറ്റിയില്ല. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ശുശ്രൂഷകരാ. ഹല്ലേലൂയ. നന്നായിട്ട് പ്രസംഗിക്കുന്നവർ, നല്ല പഠിത്തവും കാര്യങ്ങളൊക്കെ ദൈവം അവർക്ക് കൊടുത്തു. ഞാൻ മാത്രം വളരെ തെറിപ്പിൾ MA-കാരൻ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പോട്ടെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നീ വരുമ്പോൾ അനുഗ്രഹിക്കും, പോകുമ്പോ അനുഗ്രഹിക്കപ്പെടും. ഒരു വചനം കൂടെ വായിച്ചിട്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിക്കാൻ താല്പര്യപ്പെടുന്നു. 8:45. സ്തോത്രം. അതെ, യോബിന്റെ പുസ്തകം 1:10 വാക്യം കൂടെ വായിച്ചു. 3-ാമത്തെ പോയിന്റിലേക്ക് വരാം. 1:10. അവന്റെ കൈയുടെ ക്രിയകളെ നീ ആശീർവദിത്തേ. ആണ്ട സമ്പത്ത് വരികയും. ഇതാരാ പറയുന്നേ? സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സഭയെ, ഇതാരാ പറയുന്നേ? അവന്റെ സമ്പത്ത് പെരുകി, അവന്റെ ആടുമാട് പെരുകി, അവന്റെ മക്കളെ അനുഗ്രഹിച്ചു,
അവന്റെ ധനത്തെ നീ അനുഗ്രഹിച്ചു എന്ന് ഇതാരാ പറയുന്നത്? യോബ് അല്ല പറയുന്ന, പിശാച് ദൈവത്തോട് പറയുന്ന. ആരാ പറഞ്ഞേ? പിശാച്. നിന്റെ വീടിനകത്തുള്ള അനുഗ്രഹം ആർക്കറിയാം? അടുത്ത വ്യക്തിക്ക് അറിഞ്ഞുകൂടായെങ്കിലും പിശാചിനറിയാം. നിന്റെ വാഴ്ത്തത്വത്തെ കുറിച്ച് ആർക്കറിയാം? പിശാചിനറിയാം. മറഞ്ഞു കിടക്കുന്ന നന്മ അത് പിശാചിനറിയാം. അതാ പിശാച് നിന്നെ വിടാത്തെ, ആരാധിക്കാൻ വിടാത്തെ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു, യോബിനുള്ള സകല നന്മയും. യോബിനെ പോലെ പരിശുദ്ധാരം കൊണ്ടോ? യോബിന്റെ ഭാര്യയെ പറഞ്ഞു, എന്തിനടാ നീ ഇവിടെ ഇരിക്കുന്നത്? എടേ, ഇന്ന് ഭർത്താവിനെ ഇട എന്ന് വിളിക്കുന്നവരുണ്ട്. അവനെ അങ്ങനെ ഇട എന്ന് വിളിച്ചു. നീ എന്തിനടാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? എന്നെ കൊണ്ട് നടക്കാൻ നിനക്ക് പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഒരു ചായ വാങ്ങി തരാൻ വരുന്നത്, എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ ആമേ സ്തോത്രം, സ്തോത്രം, ഒരു കടയിൽ എന്നെ കൂടെ കൊണ്ടുവരുന്നില്ല. ഞാൻ എന്നോട് വരുന്നത് ശരിയല്ല, അതുകൊണ്ട് നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ പറയുന്ന ഒരുപാട് സഹോദരിമാരുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് നന്നായിട്ട് ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. അവളും പറഞ്ഞു, നീ എന്തിനാ ജീവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? നിന്റെ വിശ്വസ്ത എന്തിനാ പിടിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് ചത്തുകൂടിയൊന്ന് ചോദിച്ചു. സ്തോത്രം. കാരണം ആമേ സ്തോത്രം, അവന്റെ ഉള്ളിൽ, അവളെ ഉള്ളിനകത്ത് എന്ത് വന്നു? പിശാചി കയറി. വേദപുസ്തകനകത്ത് യോബിന്റെ ഭാര്യയെ ജീവോത്സവത്തിൽ കണ്ടില്ല. 42 അധ്യായമേ ഉള്ളൂ. ഒന്ന് തുടങ്ങി 42 അധ്യായമുണ്ട്. 42 അധ്യായത്തെക്കുറിച്ചും യോബിനെ കുറിച്ച് ചോദിച്ചാൽ അത് പറയും. യോബിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ 38 അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോ ദൈവത്തോട് യോബ് ചോദ്യം ചോദിച്ചു. 30 ആമേ സോറി 38:1. ശരി, മതി. 38:1. അത് തന്നെ, 38:1 തന്നെ. നോക്കണം, ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദിച്ചതിന് ദൈവം ഒരു വരും കാറ്റിനകത്ത് വന്നതുകൊണ്ട് ദൈവം അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് നീ എവിടെ ഇരുന്നു? ദൈവത്തോട് തർക്കോത്തരം പറയാൻ പറ്റൂ? സ്തോത്രം. ഞാനും ഒരു നാസ്തികനായിരുന്നിട്ടാ ഈ വേലയ്ക്ക് വന്നേ. ഞാനും ദൈവവേലയ്ക്ക് വന്നത് ദൈവം ഇല്ല. അതാ എനിക്ക് ഇത്രയും ആരോഗ്യത്തോടെ പഠിക്കാനിടയായത്. സ്തോത്രം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചതിന് എല്ലാത്തിനും ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം എന്നോട് വന്ന് ഉയർത്തും ചോദിച്ചു, ആദാമിന് എത്ര മക്കളുണ്ടായിരുന്നു? ഞാൻ ചോദിച്ചു, അവന് നിനക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അല്ല, ചോദിക്കണ്ടേ? ആദാമിന് 2 മക്കളുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ പെൺമക്കൾ ഇവിടെ, നിനക്ക് എത്ര പെൺമക്കളുണ്ട്? നിന്റെ അപ്പൂപ്പന്റെ കാലത്ത് എത്ര പെൺമക്കളുണ്ടെന്ന് ചോദിച്ചു. എനിക്കൊരു കണക്ക് പറഞ്ഞതാ. എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിച്ചു. എനിക്കറിയാത്തതും അവനോട് പഠിക്കാനുണ്ടല്ലോ. വേദപുസ്തകം ആരും പഠിച്ച് മനസ്സിലാക്കാൻ ആർക്ക് തീർക്കാൻ പറ്റിയില്ല. പണ്ടൊരുത്ത് അപ്പൂപ്പനും അമ്മച്ചിയും കൂടെ ചെന്ന്, പെണ്ണെ മാറിയാ, ഓ എങ്ക இந்த വാളയ്ക്ക് വെള്ളം കുരവ് ഇറവട്ടി എടുത്തോണ്ട് വാവും, നോക്കാൻ കടലിനെ പറ്റി ഇറച്ചറിച്ച് നോക്കിയിട്ട് വരും ഇറക്കാനെന്ന് അങ്ങോട്ട് ചെന്ന് വരിച്ച് ഇറക്കി. ഇറച്ചി നോക്കിയിട്ട് എന്ത് ചെയ്യും? കടലിന്റെ സൈഡിൽ ചെന്ന് വെള്ളം കോരി എന്ത് ചെയ്യുന്നു? ഇറച്ചി നോക്കിയിട്ട് 2 കൈ തളർന്നതല്ലാതെ പെണ്ണായി നമ്മളിത് ഇറച്ചിട്ടൊന്നും വെള്ളം എന്ത് ചെയ്യില്ല. അബ്രഹാമിനോടോ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞതാ, എടാ ഈ മണലിനെ നിനക്ക് എണ്ണാൻ പറ്റുമോ? നക്ഷത്രത്തെ കൊണ്ട് നിർത്തിവിട്ട് പറഞ്ഞു, ദർശനോ എണ്ണാൻ പറ്റുമോടാ നിനക്ക്? സയൻസ് തെളിയിക്കുന്നു ഭൂമിയുടെ വലിപ്പമാണെന്ന് ഒരു നക്ഷത്രം. ആരിങ്ങനെ വിതരണം ചെയ്ത് വിട്ടിരിക്കുക ദൈവം. ആ ദൈവത്തോടെ ചോദിക്കുന്ന യോബ് ദൈവത്തോട് ചോദിക്കുന്ന, ഞാൻ ആരും ദൈവതാരം കണ്ടവനുണ്ടോ? ദൈവം ആരാ? അവൻ വിശുദ്ധനാ. അവൻ ആരാ? അവൻ നീതിമാനാ. അവൻ ആരാ?
അഗ്നിവരെ കണ്ണുള്ളവൻ, മാറത്തുവൻ കച്ചകെട്ടിയ വെള്ളോട് സദർഥ്യമുള്ളവൻ, നിലയെങ്കി ധരിച്ചവൻ, ആഴി വംശധാര വിരിച്ചവൻ, ഇരുന്നവൻ എഴുന്നേറ്റവൻ, വരാമെന്ന് പറഞ്ഞവൻ. ഇതേപോലെ ഒരു ദൈവമുണ്ടോ? ഇതേപോലെ ഒരു കർത്താവുണ്ടോ? ആ ദൈവത്തെ നമ്മൾ സ്വീകരിപ്പാൻ മനസ്സ് വയ്ക്കണം. അതാ യോബ്. ഓടാ ഓ അങ്ങോട്ട് പിശാചേ, ഒരു നന്മ അനുഭവിക്കും, ഒരു തിന്മ കൂടെ. അതാ യോബിന്റെ വായിൽ നിന്ന് വന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കോഴിക്കും ചേർത്ത പിന്നെ 7 ദിവസം പള്ളിയിൽ വരികയില്ലേ? സ്തോത്രം. നിങ്ങളൊക്കെ നല്ല വരുന്നവരാ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്ന് ഞാൻ ആരെയും കണ്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ വെളിയിൽ നിന്ന് വന്ന ഒരാളല്ലേ. നിങ്ങൾ 5 പേരെങ്കിലും വരുമെന്നോ സഹോദരന്മാർ? അപ്പൊ പണി നിർത്തിയിട്ട് ആരാധിക്കുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോ അടുത്ത വീട്ടിൽ ചെന്ന് സാമ്പാർ കുടിക്കാൻ പോകും. ഇത് നിന്റെ വീട്ടിലുള്ള കല്യാണം. ഞാൻ ഈ വചനത്തെ കുത്തി പറയുക. നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ അനുഗ്രഹത്തെ പറഞ്ഞ, ഞാൻ ഈ ആദ്യ ദിവസം അനുഗ്രഹത്തെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ നീ ആരെടുക്കി. സ്തോത്രം. അനുഗ്രഹം എങ്ങനെ വരുന്നേ? സ്തോത്രം. ബ്ലേഡിന് കൊടുത്തു വരുന്നതാണോ അനുഗ്രഹം? അത് വേറെ ജോലിയില്ല. ഇന്ന് ഞാൻ രാവിലെ വായിച്ചു ബ്ലേഡിന് കൊടുക്കുന്നവന്റെ കാര്യം. സ്തോത്രം. കാക്ക കൂട്ടിനകത്തും കൊയിൽ മുട്ടയിട്ടതുപോലെ ഇരിക്കും. സമയമല്ല എനിക്ക് വായിക്കാൻ. സ്തോത്രം. അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മെ ദൈവം അനുഗ്രഹിക്കും. യോബിന്റെ വീടിനകത്ത് അനുഗ്രഹം നിറഞ്ഞിരിക്കുമ്പോ സ്തോത്രം, പിശാച് അവന്റെ വീട്ടിനകത്ത് കയറി. സ്തോത്രം. പിശാച് പറയാ, അവനുള്ള സകലത്തിൽ നീ അനുഗ്രഹിച്ച് നിർത്തി വച്ചിരിക്കില്ലേ? അവന്റെ സമ്പത്ത്, അവന്റെ ആടുമാട്, അവന്റെ ധനം, അവന്റെ മക്കൾ. 10 മക്കളുണ്ട് നമ്മുടെ വീട്ടില്. ഒരു കുഞ്ഞിന് തലവേദന വന്ന നമ്മൾ സഹിക്കും. അനുഗ്രഹം പ്രാപിച്ചവരല്ലേ. ഒരു കുഞ്ഞിന് എനിക്ക് പറ്റിയില്ല കേട്ടോ, എന്നെ ദൈവം കൃപ തന്നെ ഞാൻ സഹിക്കും, അല്ലാതെ എനിക്ക് പറ്റിയില്ല. എന്റെ ചർച്ചിൽ ഒരു വിശ്വാസിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഓടിപ്പോ, അയ്യോ എന്റെ ദൈവമേ, ഈ കുഞ്ഞിനെ വിടിവിക്കണം, ഈ കുഞ്ഞിനെ വിടിവിക്കണം, ഈ കുഞ്ഞിനെ വിടിവിക്കണം കർത്താവ്. സ്തോത്രം. പിന്നെ ഈ വിടിവിക്കണമെന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ചു, അവരിൽ നിന്ന് 5 കിട്ടണം നമുക്ക്. അതും വായിച്ചു കേട്ടണം, വായിച്ചു കേട്ടണ്ടേ? അതാണ് യോബ് പറഞ്ഞത്, നന്മാനുവദിച്ച തിന്മയോടെ. യോബിന്റെ സഹോദരി വരെ, യോബിന്റെ മലയാളത്തിൽ അവളെ ഉടപ്പിറന്നാൾ എന്ന് പറഞ്ഞ സഹോദരി അവനെ ദുഷിച്ചെന്ന്. യോബിന്റെ ദിവസം 19 വീട്ടിൽ ചെന്ന് പടി, നേരമില്ല, എല്ലാം വായിക്കാൻ നേരമില്ല. ഉള്ള വായിര് 19 യോബിന്റെ കുടുംബ ചരിത്രം അതിനകത്ത് കിടക്കുന്നത്. അവന്റെ സഹോദരന്റെ കുടുംബക്കാർ, അവന്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ. ഇനിയിപ്പോ ഇതാ കർത്താവിന് ദാസൻ, ആമേ സ്തോത്രം, തനിക്ക് രോഗം കൊണ്ട് തിരി വന്നു. ആള് പറയും, ആരെങ്കിലും വിളിച്ചു പറയും, സ്തോത്രം ചെയ്ത പാപത്തിന്റെ വരം. പിശാച്, അത് പിശാച് അവന്റെ വായിൽ വന്ന പിശാചിന്റെ വാക്ക. അയാൾക്ക് ബലഹീനം വന്നു, മനുഷ്യന് ബലഹീനം വരില്ലേ? രോഗം വരും, കണ്ണു കാഴ്ച കുറയും, കണ്ണ് മങ്ങും, ആമ ഈ കവളെല്ലാം ഒട്ടും, മുടി ആമ സ്തോത്രം നരയ്ക്കും, തല മൊട്ടയാകും, ശരീരമൊക്കെ ബലം കുറയും. ബൈബിള് പഠിപ്പിക്കുകയല്ലേ. അതിനും നമ്മൾ സൈക്കോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, വേദവസം പഠിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു കാര്യം പറഞ്ഞിട്ട് സമയം പോയി. സ്തോത്രം തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാനേ പറ്റും. നിങ്ങളൊരു ആയുർവേദ മരുന്ന് കടയിൽ പോകുന്നു, ഡോക്ടറല്ല, കൈ നിശ്ചയമുള്ള ഒരു വൈദ്യന്റെ അടുത്ത് പോകും. അയാൾ നിങ്ങളെ കണ്ടപ്പോൾ സ്തോത്രം ഇങ്ങനെ കൈ പിടിച്ചു നോക്കി, കുറച്ചു നേരം അയാളെ മുഖത്തിൽ നോക്കാൻ പറയും. മുഖത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ കൈ നാടി കെട്ടുക. നിങ്ങൾക്ക് ഇവിടെ ഒരു തട്ട് കിട്ടിയിട്ടുണ്ടോ? ഓ. ഇവിടെ ഒരു വീഴ്ച കിട്ടിയിട്ടുണ്ടോ? ഓ. ഇവിടെ ഒരു ചതവ് കിട്ടിയിട്ടുണ്ടോ? ഓ. ഇവിടെ ഞരമ്പ് വേദന ഉണ്ടോ? ഓ. ആർക്കില്ല? ആർക്ക് ഇല്ലാത്തവർ എന്നിട്ട് വാ, ഞാൻ പറഞ്ഞു. മുട്ടുവേദന ഇല്ലാത്തവർ ആരെയും കേട്ടോ?
വേടാ പ്രൈസല ദൂത് കേൾക്കാൻ വന്നേ, ദൂത് കേട്ടിട്ട് പോ. ദൂതില് പറയുന്നേ. மகளே, ஓ ஆவியானவனோடு பேசிக்கொண்டிருக்கிறார். நான் ஒன்னத்தேன்னு பேசினேன். ஆமா 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 ஆமா. உடனே கேமரா விழுந்து എന്നൊക്കെ അടിച്ച് ദൂരെടുത്തിറങ്ങി മാറ്റി മുട്ടുമടക്കി ബ്രാസ്കാന്മാർ ആരാധി. പണ്ടൊക്കെ ഈ കസേര ഒന്നുമില്ല. 45 വർഷത്തെ സർവീസാണ് അറിയുന്നേ. 60 വയസ്സായി എനിക്ക്. മിണ്ടുന്നില്ലേ? വയസ്സ് 60ആയി. 45 വർഷത്തിനധികം ഇതിനിടയിൽ നാസ്തികനായിരുന്നു. ദൈവത്തെ അറിയാത്തവനായി നടന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും എന്നെ അടി തന്ന് ഒതുക്കിയിട്ടില്ലേ ഇവിടെ കൊണ്ട് വന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ ഇത് പറയണ്ടേ? സ്തോത്രം. ഓ, കണ്ണൊരു മങ്ങലുണ്ടല്ലേ? മങ്ങലുണ്ട്. സുവറുണ്ടായി കൺമങ്ങില്ലേ? പറഞ്ഞുതരാം. എന്തായിരുന്നാലും ഒരു 12 നേരത്തെ മരുന്ന് ഇത് കുടിച്ചിട്ട് നൽപത്യം വരുമ്പോൾ 1.5 കിലോയുടെ മൈദാമാവിന്റെ പൊറോട്ട ഒന്ന് എനിക്ക് തരാം. കുത്തരിയുടെ ചോറ്, ചമ്പാവരിയുടെ ചോറ്, മിരിങ്ങ ഇലക്കറി, മിരിങ്ങയ്ക്കയുടെ ചാറ്, വേറെ ഒന്ന് ചുട്ട വാളയ്ക്ക, തേങ്ങ ചുട്ട അരയ്ക്കാവൂ. അല്ലേ? ആയുർവേദ മരുന്നല്ലേ? വെള്ളത്തിൽ ഇറങ്ങരുത്, കാല് തറയിൽ പതിയരുത്, ആകാശത്ത് കൂടെ സഞ്ചരിക്കണം. ഈറത്ത് ചവിട്ടരുത്. മഹർഷിയായിട്ടാണ് ഇവൻ. ഈറത്തിൽ ചവിട്ടരുത്, ഈറത്ത് ചവിട്ടരുത്. പിന്നെ ജീരക വെള്ളം ഒരു ഗ്ലാസ് കൂടി, അല്ലല്ല, ഗ്ലാസ് നാക്ക് നനയ്ക്കാൻ. അതോടെ ജോലി തീരും. പള്ളിയിൽ വന്നാൽ ഉപവസിക്കില്ല. ചൂട് വെള്ളം കുടിച്ചോണ്ട് വന്നിരുന്ന ഉപവസിക്കില്ല. ഉപവസി നോക്ക്. എന്താ അനുഗ്രഹത്തെ കുറിച്ചല്ലേ പറയുന്നേ? തെറ്റാണോ? ഇനി ഇതിനപ്പുറം ദൂത് നിങ്ങളുടെ തലയിൽ പറയാൻ എനിക്കറിയത്തില്ല. സ്തോത്രം. ദൂതയേക്കാലും വന്നിരിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ 5 ദിവസം രോഗിയായിരുന്നു. ഈ കൈ ആക്സിഡന്റിന്റെ കൈയാണ്. ഈ കൈ ഒടിഞ്ഞ കൈയാണ്. ഈ കൈ ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോയാൽ 1 ലക്ഷം രൂപയാണ്. ഈ കൈ ഒടിഞ്ഞത് ആക്സിഡന്റാ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ പണം ഇടിച്ചു തന്നത്. എന്റെ ഭാഗത്ത് ഞാൻ പയ്യെ വണ്ടി പോകുന്നു. സ്തോത്രം. അതെ, പളുകലിൽ വെച്ച് പിടിച്ചു. രോഗം കഴിഞ്ഞ് പോകുന്ന വഴി ഈ കൈ ഒടിഞ്ഞ കണ്ട പിടിച്ചു കിട്ടിരിക്കുക. 3-ാമത്തെ ആഴ്ചയിൽ ചെന്ന് പ്രസംഗിച്ചു. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. കരണിയത്തിന്റെ ഒറ്റ ദിവസമോ. ഡോക്ടർ പറഞ്ഞു 2 മാസം റെസ്റ്റ് എടുക്കണം. 2 മാസം റെസ്റ്റ് എടുക്കണം. മൂന്നാമത്തെ ആഴ്ചയിൽ ചെന്നിങ്ങനെ മേശയിൽ പിടിച്ചും കൊണ്ട് വിശ്വാസം വിടുവോ? പ്രസംഗം കേട്ടിട്ട് 3 ആഴ്ചയായി. പാസ്റ്ററെ, ഞാൻ ഇങ്ങനെ പിടിച്ചും കൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. വായിൽ വന്ന് ദൈവാദിനം എന്നെ പ്രസംഗിച്ചു. ശബ്ദം എടുത്ത് പ്രസംഗിച്ചു. 3-ാമത്തെ ആഴ്ച പ്രസംഗം. അന്ന് പ്രസംഗിക്കാതാണ്. ഇതുവരെയ്ക്ക് എന്തെയില്ല, നിർത്തിയില്ലേ? മനസ്സിലാകുന്നോ? പ്രൈസ് ദി ലോർഡ്. എന്നാലും ശബ്ദത്തിനൊന്നും കുറവൊന്നുമില്ല. ആരാധന കുറവ് വെച്ചില്ല. അനുഗ്രഹിച്ച ദൈവത്തെ നോക്കണം. ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോണം. സ്തോത്രം. ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അനുഗ്രഹം നമ്മൾ പ്രാപിക്കണം. വയസ്സ് തന്നവരെ മാനിക്കണം. അമ്മമാരെ മാനിക്കണം കേട്ടോ. വയസ്സ് തന്നവരെ മാനിക്കണം. മക്കളെ, വയസ്സ് തന്നവരെ മാനിക്കണം. അപ്പന്മാരെ മാനിക്കണം. നിനക്ക് ദാഹിച്ച വെള്ളം വേണമെങ്കിൽ, നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ, എഫെസ്യരുടെ ലേഖനം 6-ാമത്തെ ഒന്ന് ചേർത്തണമെങ്കിൽ പറയാൻ സമയം പോരാ. അനുഗ്രഹം നിനക്ക് ഉണ്ടാകണമെങ്കിൽ, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ
നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വയസ്സ് വന്നവരെ മാനിക്കണം. അനാഥമഠത്തിലേക്ക് അയച്ചു കളയരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടത് നിന്റെ അമ്മയപ്പനെയും ബഹുമാനിക്കാൻ കനം പെണ്ണ് അവിടെ അനുഗ്രഹം കൂടെ വാങ്ങിക്കണം നീ. അതാ നിന്റെ വീടിനകത്ത് കൂട്ടിച്ചവരായി കിടക്കുന്നേ. അനുഗ്രഹം നമ്മുടെ വീടിനകത്ത് ഉണ്ടാകണം. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. ആ അനുഗ്രഹത്തിന് വേറെ ഒരു അനുഗ്രഹം വരരുത്. ശാപം തന്നെ വീടിനകത്ത് വരരുത്. അമ്മയുടെ ശാപം അപ്പന്റെ ശാപം തീരുത്. അവരുടെ പെരുമൂച്ച് തന്നെ വീടിനകത്ത് വരരുത്. ചിലവര് അമ്മയപ്പൻ ജീവിച്ചിരിക്കുക ദാഹിച്ച വെള്ളം കൊടുക്കുകയില്ല. സ്തോത്രം. പിന്നെ അമ്മയും അപ്പനും ജീവിച്ചിരിക്കുക ഒരു തുണി എടുത്ത് കൊടുക്കുകയില്ല. നാളെ ഒരു വീട്ടില് ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോ അവിടെ മണ്ണ വീട്ടില് അവിടെ വാദിയും പ്രതിയുമായിട്ട് ഭയങ്കര വാതകം പറയുന്ന കേട്ടപ്പോ സ്തോത്രം, ഒരു വെള്ള തുണി കൊണ്ട് അങ്ങ് മരിക്കുന്നു. അതിനൊക്കെ വേറെ ജോലിയില്ല. അയാളെ വന്ന് കാണുന്നത്, ആ സഹോദരി വല്ലതും കാണുന്ന ഈ വെള്ള തുണി കൊണ്ടിട്ടത്. ചിലവര് പൈസ കൂടെ കെട്ടിവിടുകയാണ്. അവിടെ ചെന്നിട്ട് യാത്ര ചെയ്യണമല്ലോ. അനുഗ്രഹം പ്രാപിച്ചവൻ മുന്തിയിൽ മുടിയാൻ അത്ത പോയതിയാ ഇത് കൂടെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ട്. പിന്നെ 2 ആമേ സ്തോത്രം 2 സോപ്പോടെ വാങ്ങിച്ചു കൂടെ. തുണി നനയ്ക്കണമല്ലോ. ഈ തുണി നനയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇല്ല കവലയിൽ ചെന്ന് ചായ കുടിക്കണ്ടേ അവർക്ക്. ഇവര് അവിടെ ചെയ്യും. എനക്ക് നീ ചായ തന്നിയാ, എനക്ക് സോപ്പ് വാങ്ങി തന്നിയാ, എന്നെ കുളിക്കാ ചെയ്യാ, എനക്ക് തുണി താങ്ങി. രാത്രി തുള്ളയാണെങ്കിൽ ഇവള് വാദം വന്ന് നിൽക്കുക. വെട്ടിത്തരണം പിശാചിന്. അനുഗ്രഹിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം വരട്ടെ. യോബിന്റെ ഭവനത്തെ പിശാച് വാദിച്ചു പറയുക. എന്താണ്? നീ അവനുള്ളതും സകലത്തെയും എല്ലാവറ്റും നീ വേലി കെട്ടി സൂക്ഷിച്ചു. ഒന്ന് കയ്യില് താഴഞ്ഞോട്ട് അവൻ തന്നെ തള്ളി പറയുന്നു. ദൈവം പറഞ്ഞ് കേൾക്കണോ? ജീവന പോയിട്ട് ബാക്കിയെല്ലാം കൊടുത്തു. നമ്മളാണെങ്കിൽ കണ്ടോ നിന്ന് പ്രസംഗിക്കണം കേട്ടോ. ഇതൊക്കെ സമയം പോയി. കണക്ക് വെച്ച് പറഞ്ഞേരെ. വൈദ്യശാസ്ത്രങ്ങള്, യാടുകള്, ആമേ സ്തോത്ര സുദ്രപ്രയോഗങ്ങൾ, 101 മന്ദിരങ്ങൾ, 1001 മന്ദിരങ്ങൾ, മന്ദിരക്കെട്ടുകൾ, ആഭിചാരങ്ങൾ, കെണികൾ, വാതകൾ, ഇതെല്ലാം വേദോസനതിരിക്കുക. ഇതൊന്നും എന്നെ ആണുകാതിരിക്കണമെങ്കിൽ അതിനല്ല കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം എന്റെ വീട്. പ്രൈസ് ദി ലോർഡ്. അതാ അനുഗ്രഹം. സ്തോത്രം. തലനാര് എണ്ണിയവൻ ഒരു ദോഷം വരാതെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന്റെ കയ്യിൽ കൊടുത്തു. എന്താ കയ്യിൽ കൊടുത്തേ? അവന് നീ എല്ലാം നിന്റെ കയ്യിൽ തരുന്നു. എന്റെ മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാട് നഷ്ടപ്പെട്ടു, ഒട്ടകം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ആമേൻ സ്തോത്രം. അവന്റെ വസ്തു പോയി, പണിക്കാറ് പോയി, സഹോദരന്മാര് എല്ലാവരും അവൻ വിട്ടുപോയി. പോട്ടെ, അവന്റെ കൂടെ വന്ന 3 സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, അവരും അവനെ ദുഷിച്ചു. കൂടെ നിന്നവർ, എന്നെ കൂടെ നിൽക്കുന്നവരൊക്കെ നിന്നെ ദുഷിച്ചില്ലേ? നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചവർ നിന്നെ ദുഷിച്ചില്ലേ? നീ വേല പഠിപ്പിച്ചു വിട്ടവര് നിന്നെ നിന്നിച്ചില്ലേ? നീ നല്ലവനെന്ന് കണ്ടപ്പോൾ അവൻ നിന്റെ കാലരിച്ച് വാരിയില്ലേ? നീ കഷ്ടത്തിൽ അവന് വേണ്ടി ഉപകരിച്ചപ്പോൾ നിന്റെ കഷ്ടത്തിൽ ഉപകരിക്കാൻ അറിവില്ലെങ്കിലും യേശു കൂടെ ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്നവർ അവിടെയാ ദൈവത്തിന്റെ അനുഗ്രഹം. യോബ് ഒറ്റപ്പെട്ടാലും യേശു കൂടെ ഉണ്ടെന്ന്. യേശു കൂടെ ഉണ്ട്. കാരണം അവന്റെ അനുഗ്രഹമല്ലേ പൂവും മുതൽ അവന്റെ കരത്തിലല്ലേ ഇരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു വിട്ടരെ നിർത്താം. 3-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. 3-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഇതാ ദാവീദിന്റെ മകൻ അബ്സലോൻ പാര വെച്ചതാ. അവനെ ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരെ? ദാവീദിനെ
ദൈവം അനുഗ്രഹിച്ചു. ഒരു ദൈവവൈത്തനെ അനുഗ്രഹിച്ച അനുഗ്രഹം തന്നെ. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. രക്ഷിപ്പ് കർത്തരുടേത്, രക്ഷിപ്പ് കർത്തരുടെ ദേവനുடைய ആശീർവാദം നമ്മുടെ ജനത്തിന്മേൽ ഒരു അലേവതാണ്. യോഗം വെച്ച സഹോദരി വളരെ ശ്രദ്ധിക്കണം. പിശാച് നിന്നെ തൊടാൻ സമ്മതിക്കരുത്. ഇനി ഇട കൊടുക്കരുത്. നാളത്തെ ദൂത് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. കേട്ടത് ദൈവജനം ശ്രദ്ധിക്കണം. 4 പോയിന്റ് വേണം. ഇനി ഒരു 8-9 പോയിന്റ് കിടക്കെ. സമയമില്ല കേട്ടോ. ആ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം മാത്രം മതി, 10-ാം അധ്യായം മാത്രം മതി. 4 മണിക്കൂർ പ്രസംഗിക്കും. സമയം പോയി. സ്തോത്രം. അപ്പൊ അനുഗ്രഹത്തിന്റെ വഴി ഒന്നുകൂടെ വായിച്ചാൽ ആണ് രക്ഷിപ്പ് കർത്തരുടേത്, ദേവനുடைய ആശീർവാദം ஜனத்தின்மேலிருப்பதாக, சபையின் மேல் இருப்பதாக, இந்த பட்டணத்தின் மேல் இருப்பதாக, ஞார்ச்ச யோகம் நடத்திய குடும்பத்தில் இருப்பதாக, மக்கள் மேல் இருப்பதாக, അവിടെ തലമുറകൾ മേൽ ഇരിക്കുക. എന്റെ കുടുംബത്തിൽ വിദേശത്തിൽ ആരെങ്കിലും ആയിരിക്കും, നീ പറ, യോഗം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. എന്റെ കുടുംബത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ അനുഗ്രഹമായിരുന്നു. സഭയിലെ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. സ്തോത്ര. ഇത് നിന്റെ കുടുംബത്തിൽ രക്ഷ, സൗജന്യം. രക്ഷ എന്ന വാക്കിന് ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. അർത്ഥം കൃപ എന്ന വാക്കിനർത്ഥം യോഗ്യതയില്ലാതാണ്, യോഗ്യനെ നിർത്തി. രക്ഷ എന്നുള്ള വാക്ക് ശിക്ഷ, രക്ഷ. ശിക്ഷിക്കപ്പെട്ട് വള്ളി കുരുങ്ങി, പാപമെന്ന വള്ളി, ശാപമെന്ന വള്ളി, രോഗമെന്ന വള്ളി, അടിമയാകുന്ന വള്ളി കുരുങ്ങിക്കിടന്നു. അവൻ കയറിനെ അറുത്തു, വെട്ടി, ഒട്ടിച്ച് പുറത്തെടുത്തെറിഞ്ഞിട്ട് നിന്നെ അകത്ത് വരുത്തി. സങ്കീർത്തനം, ആമേ സ്തോത്രം, ആമേ 2-ാം സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിച്ച്. കെട്ടുകളെ അറുത്ത്, അർത്ഥോ എന്റെ കുടുംബത്തിനകത്തുള്ള കെട്ട്, സഭയോടുള്ള ബന്ധനം അറുത്ത്. ഒരു സ്തോത്രം വന്നാട്ടെ. അവിടെ പറഞ്ഞിട്ട് മലയാളം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുവേ. ഞാൻ രണ്ടും കൂടെ ചേർത്ത് രണ്ടും അങ്ങ് കൊടുക്കും. പ്രൈസലോ. കയറിനെ അറുത്തു. പക്ഷെ യേശു ബഥാന്യ കുടുംബത്തിൽ വന്നപ്പോ കയറിനെ അഴിക്കാൻ പറഞ്ഞു. കെട്ടിയവനോട് അഴിക്കാൻ പറഞ്ഞു. ഇവിടെ കെട്ടിനെ അറക്കാൻ പറഞ്ഞു. അതിനെ വാരി ചുരുട്ടി എറിയാൻ പറഞ്ഞു. പോയിന്റ് കൃത്യം പഠിക്കണം. പോയിന്റ് കൃത്യം പഠിച്ചാൽ തലയിൽ കയറ്റിയാലേ സാത്താനോട് വടവരുത്താൻ പറ്റൂ. വിശ്വസിക്കുന്നവർ കർത്താവ് നിങ്ങളെ ഒന്നുകൂടെ വായിച്ചിട വചനം ഞാൻ നിർത്തും. 9:7 ഒന്നുകൂടെ ആ മലയാളി പുറമെ ഇരിക്കല്ലേ, ഒന്ന് ഉറച്ചൊന്ന് വായിച്ചേ. കെട്ടുകളെ പൊടി. നാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും, നാം എല്ലാവരും അവൻ കെട്ടുകളെ പൊട്ടിച്ച് എറിഞ്ഞു കളയുക. വാരി കൂട്ടി വെച്ചിരിക്കുന്ന ചവറിനെ പുറത്തെറിയാൻ. സ്വതന്ത്രം പറഞ്ഞില്ല. പിശാച് കെട്ടി വരുന്ന അർത്ഥങ്ങളെ പഠിക്കണം. വാരി പുതച്ചു വച്ചിരിക്കുന്നതിന് വാരി പുറത്തെറിയണം. അശുദ്ധങ്ങൾ പുറത്തു പോകണം. നാളെ വിശുദ്ധാരാധന പരിശുദ്ധമാകട്ടെ. വിശ്വസിക്കുന്നവർ നിൽക്കാം.